കഴിഞ്ഞ മാസം 26-ാം തീയതി ഞങ്ങളെ മാരേജ് കഴിഞ്ഞത്. പിന്നെ വീട്ടിലൊന്നും കുഴപ്പമില്ലായിരുന്നു, എല്ലാം ഒളിച്ചോട്ടം ആണെന്നാണ് ഞാൻ കേട്ടത്. അതെ അതെ, മുമ്പ് റിലേഷൻ ആയിരുന്നപ്പം എങ്ങനെയാണോ ഇപ്പോഴും അങ്ങനെ തന്നെയാണോ അവള്. ഇതില് വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസം ഉള്ളത് അല്ലല്ല, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഞാൻ റൂമിൽ ഇരിക്കുമ്പോഴും ഞാൻ പറയും ഇവനെ പറ്റി. അത് നമുക്ക് ഞാൻ ഒരിക്കലും അവനെ പറ്റി മറക്കത്തില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ കറങ്ങാൻ പോകാനൊന്നും പറ്റത്തില്ലായിരുന്നു കേട്ടാ. ബസ്സിലൊന്നും പോകാൻ പറ്റത്തില്ല. ഞാൻ ആരും അറിയാതെ പോകാനാ നോക്കുന്ന. ഇവനെ കൊണ്ടുപോയാൽ എല്ലാരും അറിയും. ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ബാക്ക്ഗ്രൗണ്ട്, ഞാൻ ഇതിനു മുമ്പ് കേക്ക്സ് ആൻഡ് കേക്ക്സ് എന്ന് പറയുന്ന ഷോപ്പിലാണ് വർക്ക് ചെയ്തത്. എൻ്റെ എന്തെങ്കിലും ഒരു ഫെയിലിയർ ഇതായിട്ടുണ്ടെങ്കിൽ അത് അവനാണ് എന്നെ കൈ പിടിച്ച് കയറ്റിക്കൊണ്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇതെല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് പൈസ ഒരു അത്യാവശ്യമാണല്ലോ. യൂട്യൂബിൽ നിന്ന് ഒരു ഇൻകം കിട്ടുമെന്ന് പറഞ്ഞാൽ അതും വലിയ കാര്യമാണ്. വീട്ടിൽ നിന്നൊരു നമ്മളെ വീട്ടുകാരെ മെയിൻ ആയിട്ട് ഇതാക്കുന്നത് നാട്ടുകാർ തന്നെ, നമ്മളെ ചുറ്റുമുള്ളവര്. നിന്റെ മോൻ എന്താ അങ്ങനെ വീട്ടിൽ ഇരിക്കുന്നത്, എന്റെ മോൻ ഇവിടെ പോകുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട്, അവിടെയാണ്. കുഴപ്പമൊന്നുമില്ല സംസാരത്തില് വന്നിട്ട് അങ്ങനെ എന്ന് വെച്ചാൽ സംസാരം മീൻസ് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. എല്ലാവർക്കും നമസ്കാരം. 1 to ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആമിന സലീം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു വൈറൽ ടീമാണ്, അമ്പാടി ആൻഡ് ടീം. അമ്പാടി എന്ന് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ലായിരിക്കും, പൊസസീവ് ബോയ് ആൻഡ് ടീം അല്ലേ? എല്ലാവർക്കും സ്വാഗതം. അപ്പം ശരിക്കും ഇതിൽ പൊസസീവ് ബോയിനെ മാത്രമാണ് എടുത്തറിയാവുന്നത്, ബാക്കിയൊക്കെ ടീമിലുള്ള ആൾക്കാരാണ്. ആദ്യം നമുക്ക് ആരൊക്കെയാണെന്ന് പരിചയപ്പെടാം. പേര് ഹരി. വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ കറക്റ്റ് ആയിട്ട് പേര് അറിയില്ല. ഞാൻ വലുതായിട്ട് വന്നിട്ടില്ല വീഡിയോയിലൊന്നും. അറിയപ്പെടാനായിട്ട് ഞാൻ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ ഇവരോട് പണ്ടോട്ട് വീഡിയോ ചെയ്യുന്ന സമയം തൊട്ടേ ഉണ്ട്. പണ്ട് ആ ഫ്രണ്ട്ഷിപ്പ് ആയാലും അതും വീഡിയോ ചെയ്യുന്നവരായാലും ഞാൻ പണ്ടോട്ടെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പോഴും അമ്പാടിയുടെ ഫ്രണ്ടാണ്. അപ്പം നമ്മുടെ താരം നടുക്കിരിക്കുന്ന കുഞ്ഞുകുട്ടിയാണ് അല്ലേ? പേരെന്തായിരുന്നു? അവന്തികയെ ഞാൻ കാണുന്നത് പൊന്മാനിലാണ് അല്ലേ? ഒന്ന് സിനിമയിലൊക്കെ അഭിനയിച്ചു. എങ്ങനെ ചാൻസ് കിട്ടിയേ? ഓഡീഷന് പോയി, സെലക്ട് ചെയ്തു. എന്താ അവര് ചെയ്യിപ്പിച്ചെന്താ? മാർക്കിന്റെ ആയിരുന്നു. സ്കൂളിൽ നിന്ന് വന്നിട്ട് മാർക്ക് പറഞ്ഞിട്ട് ടൂറിന് ഓട്ടേന്ന് ചോദിച്ചപ്പോ വഴക്ക് പറഞ്ഞിട്ട് കരയുന്ന സീനായിരുന്നു. അടിപൊളിയായിട്ട് ചെയ്തോ? അപ്പൊ സെലക്ട് ആയി. എങ്ങനെയുണ്ടായിരുന്നു സിനിമയിലെ എക്സ്പീരിയൻസ്? ജ്യോതിശങ്കർ സാറൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാ. പിന്നെ എന്തുവായിരുന്നു, ബേസൽ സാറൊക്കെ ഇരുന്ന് മാത്സ് ഒക്കെ പഠിപ്പിച്ചു തന്നു. ഭയങ്കര എൻജോയ് ആയിരുന്നു സെറ്റിലൊക്കെ. ഇഷ്ടമാണോ? അഭിനയിക്കാൻ ഇഷ്ടമാണോ? സിനിമയിലാണോ ഇഷ്ടം? എല്ലാം ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാ. ആരുടെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹം? എല്ലാവരുടെ കൂടെ അഭിനയിക്കണം അങ്ങനെ. എന്നാലും ഒരു നടൻ കാണുമല്ലോ, ഇഷ്ടപ്പെട്ട നടൻ? വിജയുടെ കൂടെ അഭിനയിക്കണം എന്നാണോ? മോളായിട്ട് അഭിനയിക്കണം. അപ്പൊ ആഗ്രഹം എന്തായാലും സാധിക്കുമല്ലേ? ചേട്ടൻ എങ്ങനെയുണ്ട്? അമ്പാടി ചേട്ടൻ പാവമാണോ? വഴക്കൊക്കെ പറയോ വീഡിയോ എടുക്കുമ്പോ? ഇല്ല, ഒന്നും പറയില്ലേ? ഈ ചേട്ടൻ ഹരിച്ചേട്ടനോ? ആരും വഴക്ക് പറയില്ലേ? തിരിച്ച് നീ പറയാറില്ലേ വഴക്ക്? ഒന്നും പറയില്ലേ? അടി കൂടത്തേ ഉള്ളൂ, ഉപദ്രവിക്കുവോ? ഇല്ല. ഇപ്പൊ നമ്മുടെ അമ്പാടിയിലേക്ക് വരുമ്പോ ഇപ്പൊ നടക്കുന്നത് നിങ്ങളുടെ കല്യാണക്കാര്യമാണ്. ഏകദേശം 3-4 ആഴ്ച ആയിട്ടുള്ളു കല്യാണം കഴിഞ്ഞിട്ട്. അമ്പാടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും വൈഫിനെ. ഇതാണ് എന്റെ വൈഫ്, പേര് സുഭാന. പിന്നെ ഞങ്ങള് 3 വർഷം റിലേഷൻ ആയിരുന്നു. പിന്നെ അതിനുശേഷം കഴിഞ്ഞ മാസം 26-ാം തീയതി ഞങ്ങളെ മാരേജ് കഴിഞ്ഞത്. പിന്നെ വീട്ടിലൊന്നും കുഴപ്പമില്ലായിരുന്നു, എല്ലാം ഒളിച്ചോട്ടം ആണെന്നാണ് ഞാൻ കേട്ടത്. അതെ അതെ, ചെറുതായിട്ട് ചെറിയ ഒളിച്ചോട്ടം. എങ്ങനെയായിരുന്നു സംഭവം? എങ്ങനെയായിരുന്നു കഥ? ഇങ്ങോട്ട് പറയും. കഥ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവളെ വേറെ കല്യാണം ആലോചിച്ചു. അപ്പം ഇവിടെ ഞാൻ വിളിച്ചോണ്ട് വരുന്ന 2 ദിവസം മുന്നേ, 2 ദിവസം കഴിഞ്ഞ് ഇവളെ അച്ചാര വളയിടിയില്. ആ വളയിട്ട് ഇവരെ കുടുംബക്കാരെ വിഷമിപ്പിക്കണ്ട,
ആ വരുന്നവനെ വിഷമിക്കണ വെച്ച് നേരത്തെ അങ്ങ് ഞങ്ങള് ചാടി. ഇപ്പൊ ഒരു വിഷമമേ ആയില്ലല്ലോ. ഇല്ല, എന്തിനാ വെറുതെ രണ്ട് കുടുംബത്തിനെ വിഷമിപ്പിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെലവ് കാര്യങ്ങളൊക്കെ കൂടുതലല്ലേ? ചെലവ് ചുരുങ്ങി. ഞങ്ങളെ കല്യാണം നൈസായിട്ട് ചെറുതായിട്ട് അങ്ങ് നടത്തി. രജിസ്റ്റർ മാരേജിൽ ഒരുക്കി. ആ അമ്പലത്തിൽ പോയി, കടലമ്പലത്തിൽ പോയി താലി കെട്ടി രജിസ്റ്റർ ചെയ്ത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, എന്റെ വീട്ടിലൊക്കെ ഓക്കെ ആയിരുന്നു. ഓക്കെ ആണ്. അപ്പൊ നിലവില് നിങ്ങള് അമ്പാടിയുടെ വീട്ടിലാണോ നിക്കുന്നേ? അതെ അതെ, എന്റെ വീട്ടില്. അപ്പൊ സുബാനയുടെ വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്തോ? ഇതുവരെ ചെയ്തിട്ടില്ല. കോളോ വിളി അങ്ങനെ ഒന്നും വന്നില്ല? ഇല്ലില്ല, ഒന്നും വന്നിട്ടില്ല. അങ്ങോട്ട് വിളിച്ചു നോക്കിയോ? നോക്കിയായിരുന്നു. അപ്പൊ പക്ഷേ കുറച്ച് ടാസ്ക് ആയിരുന്നു. സ്വാഭാവിക. നിങ്ങളുടെ ഒരു ഇന്റർകാസ്റ്റ് മാരേജും കൂടി ആയതുകൊണ്ട് അതുകൊണ്ടാ. അതാണോ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നത് വീട്ടില്? അതെ, നല്ല നല്ല പ്രശ്നമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരെ കുടുംബക്കാര് കാസ്റ്റ് ബേസ് ചെയ്ത് അത്യാവശ്യം നോക്കുന്നേ. പിന്നെ ഞങ്ങളെ വീട്ടിൽ പിന്നെ അങ്ങനൊന്നുമില്ല, കാസ്റ്റ് ഒന്നും ഒരു പ്രശ്നമല്ല. നമുക്ക് മതം അമ്പാടി ഈ കാര്യം വീട്ടിൽ പറഞ്ഞപ്പോ അമ്മ അപ്പൊ തന്നെ അക്സെപ്റ്റ് ചെയ്ത? എന്റെ തുടങ്ങിയപ്പോ തൊട്ട് വീട്ടിൽ അറിയാം. ഞാൻ എല്ലാം ഓപ്പൺ ആയിട്ട് അമ്മയടുത്ത് ഞാൻ നല്ല രീതിയിൽ ക്ലോസ് ആയിട്ട് സംസാരിക്കല്ലോ. അപ്പൊ വീട്ടില് വരെയൊക്കെ ചെയ്യുമായിരുന്നു. അത്യാവശ്യം അമ്മയും അച്ഛനൊക്കെ ആയിട്ട് ഭയങ്കര നല്ല മിങ്കിളാ. പുള്ളിക്കാരി നല്ല കമ്പനി ആയിട്ടൊക്കെ നിക്കുന്നോണ്ട് പിന്നെ കുഴപ്പമൊന്നും. വീട്ടിൽ ഇനി എപ്പോഴെങ്കിലും അക്സെപ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട് സുബാനിക്ക്? അങ്ങനെ കൊണ്ട് തോന്നുന്നില്ല. ചെയ്യില്ല എന്നാണോ അവര്? ആയിരിക്കും, കുറച്ചാള് കഴിഞ്ഞറിയാം. ഇപ്പം കഴിഞ്ഞതല്ലേ ഉള്ളൂ കല്യാണം, അപ്പൊ ആ ഒരു ദേഷ്യമൊക്കെ കാണും ഇപ്പോഴും. നമുക്കതൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഉമ്മയുടെയും വാപ്പയുടെയും കാര്യമാണെങ്കിൽ ഓക്കെ, കസിൻസും സിബ്ലിങ്സ് ഒക്കെ ഇല്ലേ? അവരൊന്നും കോണ്ടാക്ട് ചെയ്യുന്നില്ല? ഇല്ല ഇല്ല, ആരും കോണ്ടാക്ട് ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് മുസ്ലിംസ്, ഞാനും മുസ്ലിം തന്നെയാണ്. അപ്പൊ മുസ്ലിംസിന്റെ ഒരു രീതി എന്ന് പറയുമ്പോൾ വേറൊരു കാസ്റ്റ് മാരേജ് നടക്കുമ്പോൾ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കും. പ്രത്യേകിച്ച് പൊട്ടുവിടുന്നത്, സിന്ദൂരം വയ്ക്കുന്നത്, ഇതൊക്കെ ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞിടയ്ക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇവരുടെ കാസ്റ്റിനകത്തോട്ട് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ അറിഞ്ഞായിരുന്നു. ഓരോരുത്തരൊക്കെ പറഞ്ഞു, നാട്ടുകാരൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനൊന്നുമില്ല, ഇവളായിട്ട് തന്നെ ഇരിക്കുക. എനിക്കതാ ഇഷ്ടം. ഇപ്പം എന്റെ മതത്തിലോട്ട് വരാനോ ഹിന്ദു മതത്തിലോട്ട് വരാനോ അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. ഇവളെന്താണോ അത് മതി. സുബാന ശരിക്കും ഈ ഇതിലൊക്കെ മാറിയിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നോണ്ട്. അപ്പൊ അമ്മാടി പറയുന്നുണ്ടല്ലോ അവൾ ഇങ്ങോട്ട് മാറേണ്ട ആവശ്യമൊന്നുമില്ല, അവൾ അങ്ങനെ ആയിട്ട് തന്നെ ഇരുന്നാൽ മതി, പിന്നെ എന്തിനാ സിന്ദൂരത്തിന്റെ ഒക്കെ ആവശ്യം? ഇങ്ങോട്ടൊന്ന് വന്നോണ്ട് കല്യാണം കഴിഞ്ഞൊന്ന് അറിയിക്കേ. കല്യാണം കഴിഞ്ഞൊന്ന് ഇവളുടെ സ്വന്തം ഐഡിയ. അങ്ങനല്ല, ഞാനും ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ നോർമലി വന്നു കഴിഞ്ഞാൽ ചിലപ്പോ വിചാരിക്കും എന്റെ ഫ്രണ്ട് ആയിരിക്കും. കല്യാണം കഴിഞ്ഞിട്ടും ചില ടീമുകൾ പറയും ഇതണക്ക് അറിയാത്തവരൊക്കെ ഇല്ലേ, ഒരുപാട് പേരുണ്ട്. എന്റെ അടുത്ത് ഞാൻ ഇതണക്ക് പുറത്തു പോയപ്പോഴത്തേക്കിനും 2-3 പിള്ളേർ എന്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് വെച്ച് ഇത് ചേട്ടന്റെ ലൈനാണ് പറഞ്ഞിട്ട് വിശ്വസിക്കും. ഞാൻ പറഞ്ഞില്ല, ഞങ്ങളാ മാരേജ് കഴിഞ്ഞ് തിരിച്ചാ പറയുന്നത്. നമ്മളെ തിരിച്ചാ പറയുന്നത്. എന്താന്ന് ഒരു പെണ്ണുമായിട്ട് പോയി കഴിഞ്ഞാൽ അടുത്തും പെണ്ണെ വിളിച്ചോണ്ട് വരുന്നത്. ഇവ മറ്റതാ കൊറേ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കണക്കൂർ എത്ര പെമ്പിള്ളാരെയും കൊണ്ട് പോയിട്ടുണ്ട്? എത്ര പെമ്പിള്ളാരെയും കൊണ്ട് വന്നിട്ടില്ല. നീ ഇതുവല്ലം കേൾക്കുന്നുണ്ടോ? എന്തൊക്കെയാ കൊച്ചു കാലത്ത് സംഭവിക്കുന്നേ? ഈ ചേച്ചി പുതിയതായിട്ട് വന്ന ചേച്ചി ഇഷ്ടപ്പെട്ടോ? ഞങ്ങള് പണ്ടേ അറിയാം. അപ്പൊ കല്യാണത്തിന് മുമ്പും സുബാന വീഡിയോസിൽ ഉണ്ടായിരുന്നു? ഇത് വീഡിയോ ചെയ്ത എന്റെ വീട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോയിലോട്ടും അല്ലാതെ സ്റ്റോറി ഒക്കെ ഇടും, അല്ലാതെ വീഡിയോക്ക് അതൊന്നും കൊണ്ടുവന്നില്ല. വീട്ടിൽ സീനാവെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇപ്പം മാരേജ് കഴിഞ്ഞല്ലോ, എനിക്ക് എൻ്റെ ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുവരാം. പിന്നെ അവക്ക് അതിനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. വീഡിയോ ചെയ്യാൻ ഇഷ്ടമാണ്. വീഡിയോ ഒക്കെ ചെയ്യും, ചെറിയ രീതിയിലുള്ള റീലൊക്കെ ചെയ്യും. ഇതൊക്കെ വീട്ടുകാർ കാണുന്നുണ്ടായിരിക്കില്ലേ? ഉണ്ട്. അല്ല, ഞാൻ ഇത്രയും നാളും അവരൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിരുന്നതാ. കല്യാണം കഴിഞ്ഞപ്പോ ബ്ലോക്ക് ആക്കി. അടിപൊളി. ഹരിക്ക് ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? ഒരു കല്യാണം വിഷമം വരുന്നു. കരയിലട കണ്ണ് നീരൊക്കെ തുടച്ചിട്ട് കണ്ണ് വെള്ളം വരുന്നു. സൂപ്പറാടാ, നൈസ്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുഭവിക്കുന്നതാ. അമ്പാടി പറ, എങ്ങനെയാണ് ബിഫോർ മാരേജും ആഫ്റ്റർ മാരേജും ആ ഒരു എക്സ്പീരിയൻസ്? മുമ്പ് റിലേഷൻ ആയിരുന്നപ്പം എങ്ങനെയാണോ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവള്. ഇതില് വ്യത്യാസമൊന്നുമില്ല, കഷ്ടപ്പാടോ കാര്യങ്ങളോ. വ്യത്യാസം ഉള്ളത് ഫോണിനാ. നല്ല റെസ്റ്റ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് റിലേഷൻ ആയിരുന്നപ്പം എനിക്ക് വരുന്ന മിസ് കോള് കാര്യങ്ങളെല്ലാം ഇവിടെ ഡെയിലി 34-40
അല്ല കുറച്ച് കൂടുതലല്ലേ? ആ, അല്ല അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം വെല്ലോടാൻ പോകുമ്പോ ഫോണൊന്നെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് പോകും, അല്ലെങ്കിൽ കുത്തിയിട്ടൊക്കെ പോണം, അങ്ങനെ വിളിക്കുന്നതാ. അപ്പൊ ഞാൻ വിചാരിക്കും ചിലപ്പോ നീ അടി ആയോണ്ട് മനഃപൂർവ്വം എടുക്കാതെ അടി ആയി കഴിഞ്ഞാൽ അവനെന്നെ തേച്ചു അങ്ങനെയൊക്കെ അപ്പൊ വിചാരിച്ചിട്ടുണ്ടോ? എനിക്ക് ദേഷ്യം വരും. അപ്പൊ ഞാൻ എടുക്കുന്നവരെ വിളിക്കും. പിന്നെ ഇപ്പം ഫോണിന് റെസ്റ്റ് ഉണ്ട്, എല്ലാം ഓക്കെ ആയിട്ട് അവിടെ തന്നെ ഇരിക്കുക. കല്യാണം മറ്റേ കലിപ്പന്റെ കാന്താരി ആയിരുന്നു അല്ലേ? അല്ലല്ല അത്രക്കൊന്നും കണ്ടോ? ഇല്ല അത്രക്കൊന്നും ഇല്ല. നോർമലി എല്ലാരും പറയും അതായത് കലിപ്പന്റെ കാന്താരി ഓരോന്ന് പറയും. ഞങ്ങൾക്ക് പക്ഷെ ഇതുവരെയായിട്ടും ഫീൽ ആയിട്ടില്ല. തോന്നിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താണെന്ന് നമുക്കും അത്രല്ലേ അറിയത്തുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം. ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, കുറച്ച് അങ്ങോട്ട് കഴിയുമ്പം ഞാനത് ഓൾറെഡി അവളോട് ഞാൻ പറഞ്ഞു, റിലേഷനിലായിരുന്നപ്പോഴുള്ള ലൈഫ് ആയിരിക്കത്തില്ല ഇനി അങ്ങോട്ട്. മാരേജ് കഴിഞ്ഞ് എല്ലാം നോക്കണം, എല്ലാം ഒന്ന് പക്വതയോടെ ഒന്ന് പെരുമാറണം. പുള്ളിക്കാരിക്ക് കുറച്ച് മെച്യൂരിറ്റി കുറവാ. അത് നേരത്തെ ഒന്ന് മഞ്ചാടി വർക്കെ പറ്റി മനസ്സിലായി. മഞ്ചാടി വർക്കലായിരുന്നു ഇവിടെ പണി. നമ്മൾ 3 പേരും ഉണ്ടായിരുന്നേ. അപ്പോ സുബാനിക്ക് എങ്ങനെ ഒരു കുടുംബം നോക്കണം എന്നൊക്കെ അറിയോ? ആ ഇപ്പം കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ, വരുന്നു പഠിച്ചു പഠിച്ചു വരുന്നേ ഉള്ളൂ. നമുക്ക് മന്തിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം, ചമ്മന്തി. വീട്ടില് മെയിനായിട്ട് ചീന കോമഡി പറഞ്ഞ ചിരി വരുവോ? എനിക്ക് വലിയതടി. ഇവള് കൊറേ മേടിക്കാറുണ്ട്, എന്റെ നോക്ക് മേടിക്കാറുണ്ട്. എന്നിട്ട് എന്റെ അടുത്ത് പറയും നിനക്ക് തരാവേ, എന്നിട്ട് ഞാൻ കൊടുക്കുന്നില്ല ഞാന്. ദേവു പറ, ഹരിച്ചേട്ടനെയാണോ അമ്പാടിച്ചേട്ടനെയാണോ ഇഷ്ടം? എന്നെയാന്ന് പറ. ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ? ചേച്ചീനെയാണോ ഇഷ്ടം? ചേച്ചീനെ മാറ്റി എടുത്തിട്ട് ഇവർ രണ്ടുമല്ല ആരെയും ഇഷ്ടം? അങ്ങനൊന്നുമില്ല, എല്ലാവരും ഇഷ്ടം. എന്നാലും ദേവു പറയുന്നൊക്കെ മേടിച്ചു തരുന്നേക്കാരാ? രണ്ടുപേരും മേടിച്ചു തരുമോ? ഇപ്പൊ എന്തേലും പറഞ്ഞ അവർ മേടിച്ചു തരുമോ? ഇഷ്ടമുള്ള സാധനം പറഞ്ഞേ, മേടിച്ചോ നോക്കട്ടെ. അങ്ങനൊന്നും അവരോട് പറ, നോക്കട്ടെ ആരാ ഫസ്റ്റ് മേടിച്ചിരുന്നേന്ന്. ഡയറി മിൽക്ക് വെച്ചിട്ട് കടയില് ഡയറി മിൽക്ക് ഇല്ല. ഇത് മേടിച്ചെന്നില്ലെങ്കിൽ എന്നെ വിളിച്ച് പറയണം കേട്ടോ. നമ്പറൊക്കെ ഞാൻ തരാം. എങ്ങനെയാ കുഞ്ഞെങ്ങനെയാ നിങ്ങളുടെ വീഡിയോസിൽ വന്നേ? എന്റെ ഇവള് മറ്റേ GP റൈഡർ മിസ്റ്റർ സോൾജിന്റെ കൂടെ ഒക്കെ അഭിനയിച്ച അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, റൊമാൻറ്റിക് തിങ്കർ. ഇപ്പൊ ആളില്ല, മരിച്ചുപോയി. അപ്പം അവനാണ് കൊണ്ടുവന്നത്. അവൻ്റെ അടുത്തുനിന്ന് പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താ വീഡിയോ ചെയ്യുന്നത്. മീൻസ് അവനൊരു വീഡിയോ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് എൻ്റെ വീഡിയോ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ആരും വേണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ള ആരും വേണ്ടായിരുന്നു. ഞാനും അവനും മാത്രം ഉണ്ടെങ്കിൽ ആ ഒരു ഇതിനകത്തങ്ങ് അടങ്ങും. പിന്നെ അവൻ്റെ വീഡിയോക്കകത്ത് തന്നിട്ടാണ് എൻ്റെ വീഡിയോക്കകത്ത് തന്നത്. ഇവിടെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യും. അപ്പോ ഈ റൊമാൻറ്റിക് തിങ്കർ അവന്റെ ഒറിജിനൽ പേര് വിച്ചു. പുള്ളിക്കാരന് വയ്യാതെ ക്യാൻസർ ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഇതില് 2-2.5 വർഷത്തോളം ട്രീറ്റ്മെന്റ് ആയിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് മരിച്ചത്. അപ്പൊ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊന്നും അങ്ങനെ നടക്കുന്നത് പുറത്ത് പറഞ്ഞിട്ടില്ല. എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞത് 1.5 വർഷം കഴിഞ്ഞിട്ടാ. ഇത് ഞാൻ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ അറിഞ്ഞിട്ടുള്ള കാര്യം അവനായിട്ട് പറഞ്ഞത് 1.5 വർഷം കഴിഞ്ഞിട്ടാ. അപ്പം ഞാൻ ഇത് ഓൾറെഡി അറിഞ്ഞ് ഞാൻ എന്നോട് ചോദിച്ചിട്ടില്ല. അവനെപ്പോഴും അവൻ്റെ കാര്യങ്ങൾ അവനായിട്ട് തന്നെ ഇങ്ങനെ വെക്കുക, അല്ലെങ്കിൽ പുറത്തായിരുന്നു പറയരുത്. അതവൻ്റെ പ്ലസ് പോയിന്റ്. ആരെയും വിഷമിക്കുന്നതും അവന് ഇഷ്ടമല്ല. ഇപ്പൊ ഇവന്റെ ഒരു സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിഷമിക്കുമെന്ന് വിചാരിച്ച് അവനും ഒരിതാവും. അത് കാരണം ഒന്നും അവൻ പറഞ്ഞിട്ടില്ല. മറ്റുള്ളവരെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം. ഇവൻ നമ്മളോടുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഓണായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമ്മളെ വിഷമമുള്ളവരും നമ്മൾ മറന്നു പോകും ഇവൻ്റെ കൂടെ നിൽക്കുമ്പോൾ. അതേണൊക്കെ അവൻ നമ്മളെ കൊണ്ടുവന്നിട്ടുള്ളത്. വിച്ചു ചേട്ടനെ പറ്റി പറയും. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് വിച്ചുവിനായിരിക്കും. ഉറപ്പായിട്ടും.
കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ഒരുപാട് കുറച്ചുപേരുണ്ട് വീഡിയോ ചെയ്യുന്ന, അവരാരും അവൻ്റെ പോലെ വരത്തില്ല. കാരണം ഏറ്റവും കൂടുതലും ഞാനും അവനും, എല്ലാവർക്കും അറിയാതെ ഞാനും അവനും ആയിരുന്നു. അതിപ്പം അവൻ്റെ ഒരു ഇത് പോയപ്പോഴത്തേക്കിനും എനിക്ക് പിന്നെ വിച്ചു പോയതിനു ശേഷം അതിൽ നിന്ന് എങ്ങനെ മൂവ് ഓൺ ചെയ്ത് വീണ്ടും വീഡിയോസ് ചെയ്യാനായിട്ട് വന്നത്? അത് ഓൾറെഡി അവൻ പറഞ്ഞിട്ടുണ്ട്. കണക്ക് എടാ ഞാൻ ഇല്ലെങ്കിലും നീ ഒറ്റയ്ക്ക് ചെയ്യണം, അവനൊരു എയിമുണ്ട്. എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോഴേ പറയത്തില്ല, അത് ഞാൻ സഹായിച്ചിട്ടേ ഞാൻ പറയത്തുള്ളൂ. പിന്നെ മൂവ് ഓൺ ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ഇതിനകത്തൊക്കെ ഉറപ്പായിട്ട് ഒരുപാട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. മനസ്സിലായി. സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല, ഇപ്പൊ കൂടെ ഒരാളില്ലേ എല്ലാ സപ്പോർട്ടിനും അല്ലേ. ഇപ്പൊ മോളും ഉള്ളപ്പോ വിച്ച് ഉണ്ടായിരുന്നില്ലേ? മോക്ക് വിച്ച് ചേട്ടൻ എങ്ങനെയായിരുന്നു? ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവരുടെ കൊടുക്കുന്ന പോലെ ഇഷ്ടമായിരുന്നു വെച്ചാണ് ഞാൻ. നമുക്കത് ഭയങ്കര വിഷമമായിരുന്നു. നമുക്ക് പറയാൻ അവനെ പറ്റി ഒന്നും പറയാതിരിക്കാനൊന്നും പറ്റത്തില്ല. ഒരുപാട് മിസ് ചെയ്യുന്നു അവനെ. അല്ല എല്ലാരും എപ്പോഴും കൂടെ കാണണം എന്നില്ലല്ലോ, കുഴപ്പമില്ല, വിഷമിക്കല്ലേ. മൂവ് ഓൺ ചെയ്തേ പറ്റൂ. ഇനിയിപ്പോ എന്താ വീഡിയോസ് അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അടിപൊളി കല്യാണം കഴിഞ്ഞു, വൈഫിനെ നോക്കണം, കുടുംബം നോക്കണം, പ്രാരാബ്ധമായി. അല്ലല്ല, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഞാൻ റൂമിൽ ഇരിക്കുമ്പോഴേ ഞാൻ പറയും ഇവനെ പറ്റി. അത് നമുക്ക് ഞാൻ ഒരിക്കലും അത് അവനെ പറ്റി മറക്കത്തില്ല, അത് എത്ര കാലമാണെങ്കിലും. അങ്ങനെയൊന്നും മറക്കാൻ പറ്റത്തില്ല. മനസ്സിലായി. അത് ആർക്കും അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. വിഷമിക്കാതിരിക്കും, ഓക്കെ ആവും, കുഴപ്പമൊന്നുമില്ല. നീ വിഷമിച്ചത് കൂടെ ഉള്ളവരൊക്കെ വിഷമിച്ചിരിക്കുന്നു. എങ്ങനെ ഇരുന്നവരാ? കരയല്ലേ? ഓക്കെ അല്ലേ? ഓക്കെയാണ്. കൈ പിടിച്ചിരിക്കാൻ ആള് കൂടെ ഇരിക്കുമല്ലേ അല്ലേ? ദേവ ഒരു പാട്ട് പാടിത്തരുമോ? എന്താ പാട്ട് പാടാത്തെ? ഇല്ല, എന്താ പാട്ട് പാടാത്തെ? അറിയത്തില്ല. ദേവ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? രണ്ടിൽ എന്തൊക്കെയാ പഠിപ്പിക്കുന്നേ? ക്ലാസ്സിൽ കയറാത്ത എന്നോട് അല്ല. സ്കൂളിൽ പോവാറുണ്ടോ? എക്സാം അല്ലേ? എന്നിട്ട് ഇടയ്ക്ക് വെച്ച് ഭയങ്കര ലീവായിരുന്നു. വീഡിയോസിന് വേണ്ടിട്ടാണോ ലീവ് എടുത്തേ? അതന്നെ, പനി. സ്കൂളിൽ പോവാൻ ഇഷ്ടമല്ലേ? ഇഷ്ടമൊക്കെ തന്നെ. ഇഷ്ടമാണ്. സ്കൂളിലെ ഹീറോയിൻ ആണെന്നാണ് കേട്ടത്. ടീച്ചേഴ്സ് ഒക്കെ എന്താ പറയുന്നത് വീഡിയോസ് ഒക്കെ കണ്ടിട്ട്, സിനിമയൊക്കെ കണ്ടിട്ട്? ഞങ്ങളെ ക്ലാസ്സിലുള്ള പിള്ളേരും നമ്മളെ ക്ലാസ് ടീച്ചറെ സനോപയ മാം ഭയങ്കര സപ്പോർട്ടാ. സിനിമ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? മിക്കവരും കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഈ കൂടെ ഇരിക്കുന്ന നാലുപേര് കണ്ടെന്ന് ഉറപ്പാണോ? കണ്ടു. എങ്ങനെയുണ്ടായിരുന്നു മോളുടെ അഭിനയം? ഈ ചെറിയ സ്ക്രീനിൽ നിന്ന് വലിയ സ്ക്രീനിലേക്ക് പോയപ്പോൾ ഒരു സംഭവം എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു മൊമെന്റ് ആയിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടാവുന്ന നല്ലൊരു അച്ചീവ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളോട് വീഡിയോ ചെയ്ത് ഒരാളെങ്കിലും സ്ക്രീനിൽ കയറി എന്നുള്ളൊരു സന്തോഷം. നമുക്കോ പറ്റിയില്ല, മോക്കെങ്കിലും പറ്റി. നമ്മളോട് വീഡിയോ ചെയ്ത് നടന്നല്ലേ. ചെറിയൊരു ഫോണിൽ നിന്ന് അത്രയും വലിയ ബിഗ് സ്ക്രീനിൽ വരുന്നത് വലിയ കാര്യമാണ്. അത് ഇവളുടെ കഴിവ്, നമ്മളോടെ നിന്നുള്ളൊരു സഹകരണം എല്ലാം. പിന്നെ ഇവർ അച്ഛനും അമ്മയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും ഈ വീഡിയോ ചെയ്യുന്നതിലും എല്ലാത്തിനും. കാരണം വെച്ച് കഴിഞ്ഞാൽ എവിടെ വീഡിയോ ഉണ്ടോ അവിടെ കൊണ്ടുപോകും. എന്ത് ചെയ്യണോ അത് കറക്റ്റായിട്ട് തന്നെ ഇവൾ ചെയ്തു തരും. നമുക്കിപ്പോൾ ഒരു സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൾ കറക്റ്റായിട്ട് കുറച്ച് ടൈം എടുത്താലും പുള്ളിക്കാർ കറക്റ്റായിട്ട് ചെയ്തു തരും. അതൊക്കെ അവളൊരു പ്ലസ് പോയിന്റ്. പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. നമ്മളത് ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കണം ഇങ്ങനെയാണെന്നുള്ളത്. ബാക്കിയെല്ലാം അവളെ കയ്യില്. ഈ കണ്ടന്റിന്റെ ഐഡിയാസ് ഒക്കെ ആരുടെയാ? അത് നമ്മളെ തന്നെ. ഞാൻ തന്നെ കണ്ടന്റ് ആദ്യം ചിന്തിക്കും, ഇന്നതാണ് കണ്ടന്റ്. പിന്നെ അത് ക്രിയേറ്റ് ചെയ്യും എങ്ങനെ വേണമെന്നുള്ളത്. പിന്നെ ഓരോരോ കാസ്റ്റിംഗ് കൊടുക്കും. എന്ന് വെച്ചാൽ ഇത്ര ആൾക്കാരുണ്ട്, ഇത്ര ആൾക്കാർക്ക് ഇത്രയും, എല്ലാവർക്കും ഉള്ള പൊസിഷൻസ് നീ തന്നെ ഞാൻ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന. ഇപ്പം ഇവനൊരു റോൾ ഉണ്ടെങ്കിൽ അവൻ്റെ എന്താണെന്നുള്ളത് അവന് ഞാൻ പറഞ്ഞു കൊടുക്കും. അളിയാ നിൻ്റെത് ഇതാണ്, നീ ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് അവൻ ചെയ്യും. അപ്പം മോൾക്ക് ആപ്റ്റ് ആവുന്ന റോൾസ് ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. കൊച്ച് കൂടുതൽ ഇവളെ എൻ്റെ കൂടെ ചേർത്തുള്ളത് എൻ്റെ മോളായിട്ടാണ്. എൻ്റെ 2-3 ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 1-2 നല്ല രീതിയിൽ റീച്ച് ആയിരുന്നു. ജോജി തമ്പിയൊക്കെ വന്ന്
എനിക്കൊന്ന് മെസ്സേജ് ഒക്കെ ഇട്ടായിരുന്നു, മോനെ കൊള്ളായിരുന്നു, മോളുടെ അഭിനയം സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ്. മോൾക്ക് അപ്പൊ ഇനിയും ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. കാരണം പൊന്മാനത്തൊക്കെ അഭിനയിച്ചില്ലേ, പിന്നെ സിനിമാ നടിയായി എന്ത് വേണം? ഒരു കുഞ്ഞു ഹീറോയിനായി ഹീറോയിനായി. നടനായിട്ട് ആരെ വേണം? മറ്റേ വിജയിയുടെ മോളായിട്ട് അഭിനയിച്ചാൽ മതിയല്ലോ. നായകനായിട്ട് ആരാ വേണ്ടേ? വിജയ് ഫാനാണോ? എത്ര ഇഷ്ടമുണ്ട് വിജയനെ? ഭയങ്കര ഇഷ്ടമാണോ? എങ്ങനെ പ്രകടിപ്പിക്കോ ഇഷ്ടം? പറഞ്ഞാ മനസ്സിലാക്കും, അത്രയ്ക്ക് ഇഷ്ടമുണ്ട്. അത്രയ്ക്ക് ഇഷ്ടമുണ്ട്. ഒരു തവണ കാണാൻ കിട്ടിയാലോ? അത്രയ്ക്ക് സന്തോഷം. അത്രയ്ക്ക് സന്തോഷോ? അപ്പൊ എന്തായാലും കാണാൻ പറ്റും കേട്ടോ, അഭിനയിക്കാനും പറ്റട്ടെ. വിജയ് ഫാൻസ് എല്ലാരും വിജയ് ഫാൻസ്. ഞാൻ വിജയ് കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. വെച്ച് ഷൂട്ടിലുണ്ടായിരുന്നു. മറ്റേ ഈ ഇടയ്ക്ക് ഗോട്ടിറങ്ങിയില്ലായിരുന്നു, ട്രിവാൻഡ്രത്ത് വെച്ച് അകത്ത് കയറി. നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അടുത്ത് നിന്ന് കണ്ട് വിജയണ്ണ എപ്പോഴും ഇടിക്കുന്ന ആൾക്ക് തന്നെ. അവൻ വിച്ചു ഉണ്ടായിരുന്നു കൂടെ. ഞങ്ങളുണ്ട് ഒരുമിച്ചാണ് പോയത്. ഒരുമിച്ച് പോയി. അവനെ എന്നെ കൊണ്ടുപോയത്. അവൻ വിജയ് ഫാൻസിൽ പ്രസിഡന്റ് ആയിരുന്നു. ഇവിടെ കൊല്ലം കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അപ്പം അതിൽ പ്രസിഡന്റ് ആയിരുന്നു ഇവൻ, ഓരോ യൂണിറ്റ് ബേസ് ചെയ്ത്. അപ്പം അവർ വഴി ഞങ്ങളെ കൊണ്ടുപോയായിരുന്നു വേണ്ട. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കയറി വിജയെ കണ്ട്. സംസാരിക്കാനൊന്നും പറ്റിയില്ല, ജസ്റ്റ് ഒന്ന് കണ്ട്. ഇവൻ പറഞ്ഞ് തിരിഞ്ഞു നോക്കാൻ. അങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ ടാറ്റ കൊടുത്തപ്പോഴത്തേക്ക് വിജയണ്ണ പറഞ്ഞ് വരാൻ പറഞ്ഞു. ഞങ്ങൾ ഓടിച്ചെന്ന് രണ്ടുപേരും കയ്യിലങ്ങ് ഇങ്ങനെയൊക്കെ ഇടിച്ച്. അത് ഭയങ്കര വലിയൊരു മൊമെന്റ് ആയിരുന്നു. കിട്ടാവുന്നൊരു, ഞാൻ ഏകദേശം 7ാം ക്ലാസ് തൊട്ട് വിജയ് ഫാനാണ്. പിന്നെ +1 +2 ഒക്കെ ആയപ്പോഴത്തേനും അവൻ മനസ്സിലായി ഫാൻ ബേസ് വേറെ, ഒരാളെ ആരാധിക്കുന്നത് വേറെ. അങ്ങനെ പിന്നെ എനിക്ക് മനസ്സിലായി സിനിമയിൽ അഭിനയം, ഒരാളെ ഫാൻ ബേസ് എല്ലാം ഒരാരാധന മാത്രം. ഈ ഞാൻ മറന്നു, ഹരി. ഞാൻ ഷിബുന്ന് വിളിക്കാൻ വന്നേണോ? ശരിക്കും ഷിബു എന്ന് പറയാൻ വന്നേരുന്നു. ശിവു ചുമ്മാ കാത്തിരിക്കുവോ? എന്തായിരുന്നു ഹരി. ഈ ഷിബു മാത്രമേ വയലിൽ വരുന്നുള്ളൂ. സത്യം. ഹരി ഷിബു എന്ന് വിളിച്ചോട്ടെ, കുഴപ്പമുണ്ടോ? വിളിച്ചോ കുഴപ്പമില്ല, ഇനി വിളിക്കാനുള്ളതല്ലേ. പൊതുവെ വീഡിയോസിലൊക്കെ കുറവ് വരാൻ സാധ്യത എന്താ? കുറവായിട്ട് വരാൻ മുമ്പൊക്കെ കണ്ടിന്യൂസ് കാണാറുണ്ടായിരുന്നു, പിന്നീടായപ്പോ വീഡിയോസ് കുറവായിരുന്നു. പിന്നീടായപ്പം ഉത്തരവാദിത്തങ്ങൾ കൂടി വരുന്നു. ഗ്രോത്ത് കൂടി വരുമ്പോ വീഡിയോസ് കുറയുമോ? ഉത്തരവാദിത്തങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, കേട്ടെ അങ്ങനെ സിറ്റുവേഷനും കാര്യങ്ങളും കുറച്ച് മോശമാകുമ്പം ഞാൻ തന്നെ പറയും, കുറച്ചടത്തേക്ക് കാണത്തില്ല, വരുന്നതും കുറവാ, ഇങ്ങനെയൊക്കെ. ഇപ്പം കുറച്ച് ഉത്തരവാദിത്തം കൂടിയതാണ് തോന്നുന്നത്. കുറച്ച് സ്ഥലങ്ങളൊക്കെ നോക്കണം, വീടും കാര്യങ്ങളും എല്ലാം നോക്കണം. ഇപ്പൊ അതുകൊണ്ട് ഒട്ടും കാണാത്തത്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ. വീട്ടിലെ കാര്യം നോക്കുന്ന വെച്ചല്ലേ, ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണ്ടേ. അതിലിപ്പം എന്റെ ഉത്തരവാദിത്തം എന്താണ്, അത് ഞാൻ വീട്ടിൽ ചെയ്യുന്നുണ്ട്. അതാണ്. പിന്നെ എന്റെ കരിയർ എനിക്ക് നോക്കിയേ പറ്റത്തുള്ളൂ. എന്താ ഫ്യൂച്ചർ പ്ലാൻ? എന്താവണം എന്ന് ആഗ്രഹം? ഫ്യൂച്ചർ പ്ലാൻ പാഷൻ ആക്ടിങ് തന്നെയാണ്. പിന്നെ അതിന്റെ കൂടെ വേറെ കുഞ്ഞു പാഷനും കൂടെ ഉണ്ട്, ബിസിനസ് എന്ന് പറയുന്നത്. ബിസിനസ്സാണ്. ഇത് രണ്ടും കൂടെ ഹാൻഡിൽ ചെയ്യണമെന്ന്. ഇപ്പം ചെറിയൊരു സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങി മൂവ് ഓൺ ചെയ്ത് പോകുന്നുണ്ട്. അതിന്റെ കൂടെ ഈ ആക്ടിങ് കൂടെ നോക്കണം. അത് ഒരു 6 മാസം ഞാൻ ടൈം വെച്ചിട്ടുണ്ട് അതിന്. അതൊന്ന് സെറ്റിലായി കഴിഞ്ഞാൽ അതിന് തനിയെ റണ്ണാവും തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് എന്റെ പഴയ ലൈഫിലോട്ട് എനിക്ക് ഇറങ്ങി വരണം, ആക്ടിങ് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗിലാണ് ഇപ്പൊ ഇങ്ങനെ ഒന്ന് മാറിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടൊരു വരവുണ്ട്, തിരിച്ചു വരവ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടേ. ഏതാണോ, KGF-ലെ വേണോ ബാർക്കോയിലെ വേണോ? നീ ഏത് കാര്യം കോമഡി നീ ഇടാൻ നിക്കല്ലേ. അപ്പൊ നിങ്ങളിലേക്ക് വന്നപ്പോ സുബാനയ്ക്ക് ഇപ്പൊ 6 വർഷമായിട്ട് റിലേഷൻ ആണ്, 3 വർഷമായിട്ട് റിലേഷൻ ആണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ 3 വർഷം റിലേഷൻ ഫ്രണ്ട്സിനൊക്കെ അറിയാവുന്നതായിരിക്കാം. അമ്പാടിയുടെ ഫേസ് ഭയങ്കര ഫെമിലിയർ ആയിരിക്കും ആ സമയത്തും. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറയുന്നത് നിങ്ങൾ റിലേഷൻ ആയി എന്ന് അറിയുമ്പോ, അല്ലെങ്കിൽ ആ സമയത്ത്? ഷോപ്പിലൊക്കെ നടക്കുന്നൊക്കെ പറഞ്ഞോട്. കടയിൽ ഇങ്ങനെ ഞാനേ ഒരു കടയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇവനെ അങ്ങോട്ട് വിളിക്കും, ഒന്ന് വന്ന് കാണാനായിട്ട്, എനിക്ക് കുറച്ച് സാധനമൊക്കെ മേടിക്കാനായിട്ട്. അപ്പൊ എല്ലാരും കൂടെ ഇല്ല എന്തോ പറയുന്ന ശർക്കരയ്ക്കകത്ത് ഈ ചോദ്യങ്ങളൊക്കെ കൂടും. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ കറങ്ങാൻ പോകാനൊന്നും പറ്റത്തില്ലായിരുന്നു കേട്ടാ. ബസ്സിലൊന്നും പോകാൻ പറ്റത്തില്ല. കാരണം ഇവനുമായിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ആരും അറിയാതെ പോകാനാ നോക്കുന്ന. ഇവനെ കൊണ്ടുപോയാൽ എല്ലാരും അറിയും. ബസ്സില് എന്താ പറഞ്ഞ എനിക്ക് തിരിച്ചു കൊടുക്കണം. എന്താ പറഞ്ഞ
അത് ഞാൻ കൂടുതലും ബസ്സിലൊക്കെ പോകാനാ നോക്കുന്നത്. എനിക്ക് ബസ്സിൽ പോയാൽ എനിക്ക് സീനാവും. കാരണം ഇവനെ കൊണ്ട് എവിടെയും പോകാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും പറയും, നീ ഒരു ഹെൽമെറ്റ് വെച്ചോണ്ട് എൻ്റെ കൂടെ വന്നാൽ മതി. ബസ്സിലൊക്കെ ഞാൻ ആരും കാണാതെ ബാക്കി വന്നിരിക്കും. അപ്പോഴത്തേനും കൊച്ചു പയ്യന്മാരല്ലേ സ്കൂളിലാണ് പഠിക്കുന്ന, മറ്റേ ചേട്ടൻ അപ്പോഴത്തേനും എല്ലാരും കൂടെ ഇങ്ങനെ അങ്ങ് കൂടും. തലേ തുണിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഇവളെന്റെ അടുത്തിരിക്കായിരിക്കും. അപ്പോഴത്തേക്കും ഇവളിങ്ങനെ കൈ വെക്കും. പിന്നെ ഇത് കറങ്ങി തിരിഞ്ഞ് കുറച്ചാൾ കഴിയുമ്പോൾ വീട്ടിലറിയും. വീട്ടിൽ അങ്ങനെ എപ്പോഴും പിടിച്ചിട്ടുണ്ടോ? വീട്ടില് ഡയറക്റ്റ് ആയിട്ടൊന്നും ചോദിച്ചിട്ടില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കുത്തുമായിരുന്നു. അപ്പൊ വീട്ടുകാർക്ക് മുമ്പേ അറിയായിരുന്നു? ചെറുതായിട്ടൊക്കെ അറിയായിരുന്നു. റിലേഷനാന്ന് അറിയത്തില്ല, പക്ഷെ ഇവനുമായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെന്ന് അറിയാം, ആരാണെന്നൊന്നും അറിയത്തില്ല. അത് ലാസ്റ്റ് ആയപ്പോഴാണ് അറിഞ്ഞ. അത് നമ്മളൊരു ഫ്രണ്ട് കൂട്ടുകാരി കണക്ക് ഇവളെ കൂട്ടുകാരി തന്നെ ഉമ്മാടോടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ പുള്ളിക്കാരി എന്ന് ഞാൻ ഇട്ട സ്റ്റോറി, വാലന്റൈൻസ് ഡേക്ക് ഒരു സ്റ്റോറി ഇട്ടായിരുന്നു ഇവളുടെ ആഗ്രഹം കൊണ്ടങ്ങ് ഇട്ടുപോയത്. അപ്പൊ ഇവളാണ് എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു സുബു ഇടണ്ട, എന്റെ സ്റ്റോറി ദിവസം നല്ല ഉണ്ട്, സീനാവെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിനും ഇവള് പറഞ്ഞു കുഴപ്പമില്ല, ഇട് വേണ്ട, സീനാവും. അപ്പോഴത്തേന് ഞാൻ സ്റ്റോറി ഇട്ട് ഞാൻ പറഞ്ഞു ഇന്ന് വേണ്ട, മാറ്റി വെച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും നല്ലൊരു ഫോട്ടോ എടുത്തിടാന്ന്. ഇയാള് വെച്ച് ഇട് ഞാൻ പറഞ്ഞ ഇട്ടിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ഇവളുടെ ഉമ്മയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഇവളുടെ കൂട്ടുകാരി ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പറഞ്ഞു കൊടുത്തു. എന്റെ വീട്ടിലെ കാര്യവും പിന്നെ വീട്ടിലെ സിറ്റുവേഷനും കാര്യങ്ങളും എല്ലാം അങ്ങ് പറഞ്ഞു കൊടുത്തു. ഈ കൊച്ചു പറഞ്ഞു കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവാ. പക്ഷെ ഞങ്ങളെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങളെ ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളൊന്നും ഈ കൊച്ചിനെ അറിയത്തില്ല. എന്നാലും കയ്യിൽ നിന്നൊക്കെ ഇട്ട് പറയൂ, പെൺപിള്ളാരല്ലേ. പറഞ്ഞു കൊടുത്ത് അല്ല എല്ലാരും അല്ല ചിലര്, ഏതാനും ചിലര് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. എല്ലാരും ഒരുപോലെ അല്ലല്ലോ. ഞങ്ങൾ വിചാരിച്ച് കൂടെ നിൽക്കുന്നവരല്ലാതെ വേറെ ആരെങ്കിലും ആയിരിക്കും പുറത്തുനിന്ന്. ഞങ്ങള് പിന്നെ സ്റ്റോറി ആരൊക്കെ കണ്ടെല്ലായിരുന്നു തപ്പി കഷ്ടപ്പെട്ട്. അപ്പൊ ഉമ്മ ഒന്നും പറഞ്ഞില്ലേ, വഴക്കോ അങ്ങനെയൊന്നും? കാരണം എനിക്കൊരു പ്രപ്പോസൽ വന്ന് നിപ്പുണ്ട്. കാരണം വീട്ടിൽ സീൻ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വലുതായിട്ടൊന്നും ചോദിച്ചില്ല. അവരെന്നെ എല്ലാം അങ്ങ് സെറ്റ് ചെയ്ത് ഉറപ്പിച്ച്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ആ സമയത്ത് വീട്ടില് അവർക്ക് നാണക്കേട് ഉണ്ടാവും, അങ്ങനെയൊന്നും ചിന്തിച്ച? അങ്ങനെ അതൊക്കെ നല്ലപോലെ ചിന്തിച്ച്. എങ്കിലും നമ്മളെ ലൈഫല്ലേ നോക്കേണ്ടത്. ഇഷ്ടപ്പെടാത്ത ഒരാളോടെ പോകുന്നതിൽ നല്ലത് ഇത്ര നാള് എനിക്ക് ഇവനെ അറിയാം, അവൻ എന്നെ അറിയാം, നല്ലപോലെ അറിയാം. അപ്പൊ പിന്നെ അങ്ങനെ പോകുന്നതല്ലേ നല്ലത്. ട്രസ്റ്റ് എപ്പോഴും നോക്കണം കേട്ടോ. അത് എപ്പോഴും ഉണ്ട്. കാരണം എന്നെ വിശ്വസിച്ച് വന്ന ഒരു പെണ്ണ. അപ്പൊ അവളെ ഒരിക്കലും വിഷമിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ നമ്മളെ ഭാഗത്തുനിന്ന് ഒരിതും വരുത്തരുത്. അത് എപ്പോഴും ഉണ്ട്. വീട്ടിലും അച്ഛനും അമ്മയും എല്ലാവരും ഇവളെ അങ്ങനെ നോക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് 2 ആൺപിള്ളേരാ, ഞാനും എൻ്റെ ചേട്ടനും. അപ്പൊ അമ്മയ്ക്ക് പെൺമക്കളെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ചാൽ നല്ല രീതിയിൽ ഒരുങ്ങി നടക്കുന്നതും അല്ല. ഇവളും കൂടെ വന്നപ്പോഴത്തേനും അമ്മയ്ക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയി. സഹായിച്ചു കൊടുക്കാനൊക്കെ വല്ലതും അറിയോ? ഉണ്ടാക്കാൻ വല്ലതും അറിയോ? അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മന്തി ഉണ്ടാക്കാൻ അറിയാം, ചമ്മന്തി. അങ്ങനെയൊന്നുമില്ല, ഹെൽപ്പ് ഒക്കെ ചെയ്യും, എങ്കിലും വലുതായിട്ടൊന്നുമില്ല. ചിക്കൻ കറി വെക്കും സൂപ്പറായിട്ട്. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കും. അയ്യോ അല്ലല്ല, അത് സൂപ്പറായിട്ട് ഉണ്ടാക്കും. വീട്ടില് ഇപ്പൊ ഈയിടെയായിട്ട് കറിയൊക്കെ ഇതൊക്കെ ചെറിയ രീതിയിലൊക്കെ വെക്കുന്നുണ്ട്. അമ്മയെ സഹായിച്ചു. എന്നാലും ഞാൻ വെച്ചാന്ന് പറയുമ്പോ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാ. ഫ്രീ ആണോ നോക്കിട്ടാണ് കഴിക്കാൻ പറ്റും. ആദ്യം ഫസ്റ്റ് അവക്ക് കൊടുക്കും, എന്നിട്ട് വീട്ടിലെ പട്ടിക്ക് കൊടുക്കും. ഇതാവും കഴിക്കാൻ. ശിവുനെയൊക്കെ വിളിച്ച് കൊടുക്കുക. ഹരീനെയൊക്കെ വിളിച്ച് കൊടുക്ക്. അല്ല ഇവള് വന്നതിന് ശേഷം നല്ല പേര് കിട്ടിയില്ല നിനക്ക്? ഇനി അത് വിളിച്ചോ, ഷിബു മാമാന്ന് വിളിച്ചാൽ മതി. നീ മാമാന്നാണോ വിളിക്കുന്നത്, ചേട്ടാന്നാണോ? മാമാന്ന് വിളിച്ചാൽ നല്ല പ്രായമുണ്ട്. ഞാൻ നിന്റെ 2 വയസ്സിന് മൂത്തതാ. 2 വയസ്സാ? അവളുടെ 2 വയസ്സിന് മൂത്തത്. എനിക്ക് 8 ഉള്ളൂ. എനിക്ക് 10. എത്ര വർഷം മുമ്പ്? അല്ല എത്ര വർഷം മുമ്പായിരുന്നു 10 വയസ്സ്? അടിപൊളി. ഇപ്പോ നമ്മളിപ്പോ ഈ വീഡിയോസിൽ കാണുമ്പോ എല്ലാവരുടെയും ആ വീഡിയോസ് സ്ക്രീനിലുള്ള മുഖങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. ഇവരുടെ പിറകിൽ എന്തായാലും ഇവർ ഏത് സിറ്റുവേഷനിൽ നിന്ന് വരുന്നവരാണെന്നൊന്നും ആരും ആലോചിക്കില്ല. നമ്മളൊക്കെ കാണുമ്പോൾ വീഡിയോസ് ചെയ്യുന്നു, ഒരുപാട് പൈസ ഉണ്ടാക്കുന്നു,
ആയിട്ട് ജീവിക്കുന്നു. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ആരും ചിന്തിക്കുന്നില്ല. ശരിക്കുള്ള ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ എന്ത് വരുമാനം കിട്ടുന്നു യൂട്യൂബിലൂടെ, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഇതിനു മുമ്പ് കേക്ക്സ് ആൻഡ് കേക്ക്സ് എന്ന് പറയുന്ന ഷോപ്പിലാണ് വർക്ക് ചെയ്തത്. ഒരു ബേക്കറി ആൻഡ് റെസ്റ്റോറൻറ്റ്. അവിടെ നിന്ന് അതിന് മുമ്പേ ഞാൻ വീഡിയോ ചെയ്യുമായിരുന്നു, അവിടെ നിന്നുകൊണ്ടും ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ ചെയ്യുമെന്ന് അറിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം അവിടെ നിന്ന് സമയം മാറ്റുമായിരുന്നു, ലീവ് എടുത്ത് അത്യാവശ്യം ഒന്ന് ഫെയിമായിട്ട് അവിടെ നിൽക്കുന്ന മാനേജറുണ്ട്, പുള്ളിക്കാരൻ എനിക്ക് ഫോൺ എടുത്ത് തന്നിട്ടുണ്ട്, മാനേജർ എൻ്റെ ഇത് കണ്ടിട്ട്. പിന്നെ അവിടെ നിന്ന് ഞാൻ ഒരു അത്യാവശ്യം സെറ്റായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വരുമാനമൊന്നുമില്ല, എല്ലാവരും പറയുന്ന പോലെ ഒരുപാട് ഇതൊന്നുമില്ല. പിന്നെ പ്രൊമോഷനും കാര്യങ്ങളും, യൂട്യൂബിൽ നിന്ന് ഇൻകം ചെറുതായിട്ട്. പിന്നെ എൻ്റേതായിട്ടുള്ള ജോലിയുണ്ട്, ഞാൻ എല്ലാ ജോലിക്കും പോകും, കാറ്ററിങ്, പിന്നെ അച്ഛൻ്റെ കൂടെ വർക്കിന് പോകും, എല്ലാത്തിനും പോകും. അല്ലാതെ പിന്നെ വെഡ്ഡിങ് ഷൂട്ട് ഇപ്പം ഞാൻ എടുക്കുന്നുണ്ട്, നമ്മളെ കല്യാണ വെഡ്ഡിങ് ഇല്ലേ, അത് ഞാൻ സ്വന്തമായിട്ട് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ വരുമാനം ഇപ്പോൾ ഇവളും കൂടെ വന്നതിന് ശേഷം നമ്മൾ സേവിങ്സ് നോക്കിയല്ലേ പറ്റത്തുള്ളൂ. നമ്മൾ ഈ യൂട്യൂബ് മാത്രം നോക്കിയതുകൊണ്ട് കാര്യമില്ല. പിന്നെ ഇൻസ്റ്റയിൽ നിന്ന് കുറെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സേവിങ്സ് എന്തെങ്കിലും ഉണ്ടോ? സേവിങ്സ് കറന്റ്ലി ഇല്ല. അല്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നാളും ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവള് ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങൾ ഇങ്ങനെ അങ്ങ് പോയി. പിന്നെ ഇനി ഇപ്പം അടുത്ത ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ ഒരു ജോലിക്ക് കയറി, ടാറ്റയില് കാറിൻ്റെ ഒക്കെ ഷോറൂമില്ല, അവിടെ മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ അവരുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എനിക്ക് പ്രൊമോഷനും കാര്യങ്ങളും വരും. പിന്നെ എൻ്റെ ഇൻസ്റ്റയും യൂട്യൂബൊക്കെ കാണിച്ചാൽ അവിടെ എനിക്ക് ജോലി കിട്ടിയത് തന്നെ അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു ഇതുകൊണ്ട് എനിക്ക് ജോലി കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യം. കാരണം അവിടെ മാർക്കറ്റിംഗ് സ്റ്റാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവിടെ കിട്ടിയിരിക്കുന്ന വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ അത് എൻ്റെ പാഷനാണ്. എൻ്റെ ഏറ്റവും വലിയ പാഷൻ ക്യാമറ, വെഡ്ഡിങ് ഷൂട്ടും കാര്യങ്ങളും, പിന്നെ ഈ വീഡിയോ, പിന്നെ സിനിമ. അത് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്, ബിഗ് സ്ക്രീൻ. ഉറപ്പായിട്ടും. കാരണം ഞാൻ ആർത്തോണെങ്കിലും പറയും, എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ഒരു ചാൻസ് കിട്ടിയാൽ പോലും ഒരിക്കലും ഞാൻ അത് കളയത്തില്ല. ഒരു പിച്ചക്കാരന്റെ റോള് തന്നാൽ പോലും ഞാൻ അത് ചെയ്യും. എല്ലാത്തിനും പോകും. ഈ പൊന്മാനത്ത് എനിക്ക് എന്നെ ഓഡീഷന് വിളിച്ചായിരുന്നു, ഞാൻ അവിടെ പോവുകയും ചെയ്തു. പക്ഷേ അവിടെ വേറൊരു ചെറിയൊരു ഇതൊക്കെ നടന്ന് അതങ്ങനെ അങ്ങ് മിസ്സായി പോയി. വേറെ ഒരു 3 പേർക്ക് കിട്ടിയായിരുന്നു. ഈ ഓഡീഷനൊക്കെ പോയിട്ട് എപ്പോഴെങ്കിലും അവോയ്ഡ് ചെയ്യുന്ന ഒരു ഫീല് എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? എങ്ങനെ? ഓഡീഷന് പോയിട്ട് നിനക്ക് ചാൻസ് ഇല്ല, അല്ലെങ്കിൽ നിനക്കൂടെ ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് വിടുന്നവരോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല. ഇതുവരെ കേട്ടും എനിക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് വന്നിട്ടില്ല. എല്ലാവരും എൻ്റെ അടുത്ത് നല്ല അഭിപ്രായം പറഞ്ഞു, നല്ല രീതിയിൽ അഭിനയിച്ച് കൊള്ളാം. പിന്നെ കൂടുതലും ഞാൻ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് കിട്ടാവുന്ന റോൾ എന്തോന്ന് എനിക്ക് ഓൾറെഡി എനിക്ക് കൺഫേം ആണ്. എനിക്ക് ആ ഒരു റോള് കിട്ടിയാലും ഞാനത് ചെയ്യും. പിന്നെ ചോദിച്ചില്ലേ ഈ ഇൻകം അത് ഏറ്റവും ചെറുതാണ്. പിന്നെ ഞാൻ സെറ്റ് ചെയ്യുന്ന ക്യാഷ് മാത്രമേ ഉള്ളൂ. നമ്മൾ ജോലിക്ക് പോയാലേ നമുക്കുള്ളു. ഇപ്പം ഞാൻ കഷ്ടപ്പെട്ട് ഒപ്പിച്ച അത് നമുക്കുണ്ട്. ഒരിക്കലും മറ്റൊരാളെ കണ്ട് നിൽക്കരുത്, കിട്ടില്ല. ഇതുകൊണ്ട് സുബാന സാറ്റിസ്ഫൈഡ് ആണോ? അതൊക്കെ മതി. ഇനി എന്തായാലും നല്ലോണം എവിടെയെങ്കിലും ഒക്കെ എത്തും. അതുകൊണ്ട് എനിക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ഡൗൺ ആയി പോകുമ്പോൾ എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യും. എൻ്റെ കൂടെ നിൽക്കും നല്ല രീതിയിൽ. അതുപോലെ തന്നെ കൂട്ടുകാരന്മാര്, ഇവന് ഫസ്റ്റ് പറഞ്ഞില്ലേ വിച്ചു, അവൻ ഭയങ്കര നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ ഡൗൺ ആയപ്പോലും അവൻ നമ്മളെ പൊക്കിക്കൊണ്ടുവരും നല്ല രീതിയിൽ. ഇവനും വിച്ചുവും കൂടെയാണ് എന്നെ. അവൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പറയും, എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് പറയും. അങ്ങനെ ആയിരുന്നു. ഒരിക്കലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗൺ ആവാൻ സമ്മതിക്കത്തില്ല. അത് കണക്കാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അവൻ പോയപ്പോഴത്തേക്കും നല്ല രീതിയിൽ ഞാൻ ഡൗൺ ആയി. ഒരു 3 മാസത്തോളം വീഡിയോ ഒക്കെ ഇടാൻ പറ്റാതായി പോയി. പിന്നെ എന്താ പറയുന്നു, വീഡിയോ ഇടാൻ പറ്റത്തില്ല, ആ ഒരു ഇതായിപ്പോയി. പിന്നെ എനിക്ക് മനസ്സിലായി ഇരുന്നിട്ട് കാര്യമില്ല, മൂവ് ഓൺ ചെയ്തേ പറ്റത്തുള്ളൂ. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ വാക്ക് എനിക്ക് സക്സസ് ആക്കി കൊടുക്കണം എന്നൊക്കെ ഉള്ള ഒരു വിശ്വാസം. എപ്പോഴാണ് ഈ വീഡിയോസ്, കണ്ടന്റ് വീഡിയോസ് ഇടണം എന്ന് തോന്നി തുടങ്ങിയത്? കാരണം അതിനും അവനാ കാരണം. എല്ലാത്തിനും എനിക്കൊരു കാരണം ഉണ്ടെങ്കിൽ അത് അവരാ കാരണം. എൻ്റെ എന്തെങ്കിലും ഒരു ഫെയിലിയർ ഇതായിട്ടുണ്ടെങ്കിൽ അത് അവനാണ് എന്നെ കൈപിടിച്ച് കയറ്റിക്കൊണ്ട് വന്നിട്ടുള്ളത്. എനിക്ക് അവന് പ്ലേ ബട്ടൺ കിട്ടി 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് പ്ലേ ബട്ടൺ കിട്ടി യൂട്യൂബിൽ നിന്ന്. വീഡിയോ ഇടാൻ കാരണം ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞിടാ, നീ ഇൻസ്റ്റയിൽ മാത്രമല്ലാതെ യൂട്യൂബിലും കൂടെ വീഡിയോ ഇടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിടാ കയറുമോ? എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു
വീഡിയോ കയറും നമ്മളൊക്കെ റീച്ച് ആവുമെന്ന്. ഇൻസ്റ്റയിൽ റീച്ച് ഉണ്ട്, യൂട്യൂബിൽ എനിക്ക് അങ്ങനെ ഇല്ല. എൻ്റെ ഫോണിൽ തന്നെ ഉള്ള ഒരു യൂട്യൂബിനകത്ത് ഇവൻ പറഞ്ഞ് ആ വീഡിയോ ഇടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അടുത്ത് വീഡിയോ ഇട്ടപ്പം ഒരു 6 എണ്ണം കഴിഞ്ഞ് 7ാമത്തെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കിനും ഒരു 10 മില്യൺ അടിച്ചു. അതിനന്ന് തന്നെ എനിക്ക് 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കയറി. അത് ഭയങ്കര ഒരു ഇതായിരുന്നു. ഈ മോളുമായിട്ടുള്ളതും നല്ല രീതിയിൽ കയറിയായിരുന്നു. ആ 2 വീഡിയോ നല്ല കയറിയത്. അവൻ്റെ വീഡിയോ ആയിരുന്നു. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു നീ എടുത്തിട്. അത് ഞാൻ എവിടെയും പറയാം, അവൻ ചെയ്ത വീഡിയോ ആയിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു ഇടാന്ന് പറഞ്ഞു. ഇട്ടപ്പോഴത്തേന് ഇത് ഇപ്പം കറൻ്റ്ലി അത് 45 മില്യൺ ഉണ്ട് ആ വീഡിയോ. അതിനകത്ത് നല്ലൊരു കിട്ടിയ. അപ്പൊ അങ്ങനെയാണ് അതിന്റെയൊക്കെ തുടക്കം വരുന്നത്. ഈ സ്കൂളില് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാ? 2 പേരുണ്ട്. 2 പേരുണ്ടോ? ബോയ് ഫ്രണ്ട് ആണോ? ബോയ് ഫ്രണ്ട് ഉണ്ടോ? ഇല്ല. ബോയ് ഫ്രണ്ട് ഇല്ലാത്ത ആരും വന്നില്ലേ? ആരും വരാത്തോണ്ടാണോ? എനിക്കറിയാം, ഞങ്ങള് ഗേൾസ് കാണാനൊക്കെ ക്യൂട്ടല്ലേ ഇതിനെ കാണാൻ. പിന്നെന്താ വരാത്തെ? അപ്പൊ ആരും ഉണ്ടല്ലോ. നാണം നോക്കിയേ. ഇല്ല. ഉറപ്പാണോ? നിന്റെ ടീച്ചർ എന്നോട് അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. ടീച്ചർ വിളിച്ച് എന്നോട് പറഞ്ഞു. ടീച്ചറിന്റെ പേര് പറ. ടീച്ചറിന്റെ പേര് അറിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ? കൊറേ ടീച്ചർമാരില്ലേ, അതിൽ ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു. അതിന്റെ പേര് ടീച്ചർ പറഞ്ഞു പുറത്ത് പറയ്, സത്യം പറ കേക്കട്ടെ. എനിക്കില്ല. ഇപ്പൊ കരയും ഇപ്പൊ എന്നെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോന്നെന്ന് എന്നെ കൂടെ കൊണ്ടുപോ കുഞ്ഞോനെ. കൊച്ചിനെ കരയിപ്പിക്കില്ല, മിണ്ടാണ്ടിക്ക്. ഇല്ല, അവള് വളർന്നു വരുന്നത് അടിയാ. ഇല്ല, അവള് സ്ട്രോങ്. അവള് ഊക്കിയാലും കളിയാക്കിയാലും ആണോ ആ കണ്ണു കൊടുത്തിട്ടൊക്കെ പറ. ചേട്ടന്മാരെപ്പോഴും ഇങ്ങനാണോ? ഇത് തന്നെയാണോ? എപ്പോഴും കളിയാക്കുമല്ലേ? ഈ ചേട്ടനെ പിടിച്ച് കെട്ടിച്ചാലോ, കല്യാണം കഴിപ്പിച്ചാലോ? അതാ നല്ലത്. നല്ലതല്ലേ? മുങ്ങിക്കളയും. ഈ ചേട്ടനുണ്ടോ? ലൈനുണ്ടോ ഈ ചേട്ടന്? എനിക്കറിയത്തില്ല. അറിയില്ലേ? ഒന്നും പറഞ്ഞിട്ടില്ലേ? പക്ഷെ അതൊക്കെ കണ്ടുപിടിക്കണ്ടേ? ഇടയ്ക്ക് വെച്ചിട്ടാ ഇത് കണ്ടത്. ഇടയ്ക്ക് വെച്ചിട്ടാണോ പരിചയപ്പെട്ടേ? കണ്ടിട്ട് കൊറേ വിച്ചോണം കണ്ടപ്പോ കണ്ടതാ. ആണ്. ഇടയ്ക്ക് വെച്ചാണ് വീണ്ടും കണ്ടത്. ആണോ? ഇവൻ എപ്പോഴും ഒരു ഗ്യാപ്പ് ഇടും. നമ്മളിപ്പോ വീഡിയോ എടുക്കുന്നതിലും എല്ലാത്തിലും ഗ്യാപ്പ് ഇടും. അത് വീട്ടിലെ ഈ പറഞ്ഞില്ലേ വീട്ടിലെ സിറ്റുവേഷൻ എല്ലാം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് വെച്ചാൽ വരുന്നതെന്ന്. ഇവ ഒരു ബിസിനസ് തുടങ്ങി ഒരു പാർട്ണർഷിപ്പിൽ. അപ്പൊ അങ്ങോട്ടങ്ങ് പോയി ഞാൻ വിളിക്കും വീഡിയോ എടുക്കാനൊക്കെ. അപ്പൊ വരും. ഇപ്പോ ഹരിക്ക് സ്വന്തമായിട്ട് ചാനലുണ്ടോ? സ്വന്തമായിട്ട് ചാനലുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഒരെണ്ണം തുടങ്ങിയായിരുന്നു. പക്ഷെ അത് ഞാൻ കണ്ടിന്യൂസ് ഒരു വീഡിയോ ഒന്നും ഇട്ട് മൂവ് ഓൺ ആക്കിയിട്ടില്ല. അത് ഇങ്ങനെ കൂടെ ഇതായപ്പോഴത്തേക്ക് പോയി. ഇതും പറഞ്ഞ വിച്ചു തന്നെയാണ് എന്നെയും കൊണ്ടുവന്നത് ഇതിലോട്ട്. ഞങ്ങൾ പണ്ടില്ല ഫോട്ടോ ഒക്കെ എടുത്ത് കിടന്ന ടീമല്ലേ, ഫോട്ടോ എടുത്ത് ഇൻസ്റ്റ ഇട്ട് കഴിഞ്ഞ് കുറച്ച്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് വിച്ചു വരുന്നത്. ഞാനും വിച്ചുമായിട്ട് ഇപ്പൊ എത്ര ഒരു 10-20 വർഷം, ഒരു 15-18 വർഷത്തെ പരിചയം ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ സ്കൂൾ ടൈം തൊട്ട് ഞങ്ങളുണ്ട്, 1ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ച. അങ്ങനെയാണ് ഞങ്ങൾ. പിന്നെ ഒരു +1 +2 നമ്മള് 10ാം ക്ലാസ് കഴിയുമ്പോൾ എല്ലാവരും വിട്ടുപോകത്തില്ല. അതിനൊക്കെ ഞങ്ങൾ 2 വർഷത്തെ ഗ്യാപ്പ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെ ഒരുമിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് ഗ്യാങ് ആയി മാറി. അതിനകത്താണ് ഞങ്ങൾ എല്ലാവരും വന്നത്. അതിൽ ഫോട്ടോ എടുത്ത് തുടങ്ങി. അപ്പൊ ഇവനാണ് ഈ വീഡിയോ എന്നുള്ള ഒരു ആശയം കൊണ്ടുവന്നത്. ഈ ഫോട്ടോ ആദ്യമേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് പാട്ടാക്കി, പിന്നെ അതിൽ നിന്ന് വീഡിയോ, പിന്നെ ഈ നടന്ന് ഈ പാട്ടൊക്കെ ഇട്ട് നടക്കുന്ന ഒരു വീഡിയോ. അത് മറ്റേ സിനിമയിലെ പാട്ടെടുത്തിട്ട് നമ്മൾ ഡബ് ചെയ്യത്തില്ലേ, അതായിരുന്നു ഫസ്റ്റ് റീലിനകത്ത്. പിന്നെ ഞാൻ ഇവന്റെ അടുത്ത് പറഞ്ഞടാ നമുക്ക് ഇത് വേണ്ട, നമുക്ക് നമ്മളെ ഓൺ വോയിസിൽ ചെയ്യാനോ. വേണ്ട അതൊന്നും വേണ്ട, ശരിയാകത്തില്ലത്. അപ്പൊ പറഞ്ഞു വേണ്ട. പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോ ചോട്ടാ ഇത് കണ്ട വീഡിയോ കണ്ട ഇങ്ങനെ ഇതെല്ലാം റീച്ച് ആകത്തോളൂ, വേണ്ടളിയ. അവനപ്പൊ ഭയങ്കര ഇതായിരുന്നു നമ്മളെ ഓൺ വോയിസ് ചെയ്യാൻ. പയ്യെ കൊണ്ട് അതിനകത്തോട്ടങ്ങ് മാറി. തുടക്കത്തിന്റെ ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു എല്ലാവർക്കും. പിന്നെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ആ കോൺഫിഡൻസ് ലെവലും കൂടി പിന്നെ കണ്ടന്റിലോട്ട് അങ്ങ് മാറി തുടങ്ങി എല്ലാവരും. ഇനിയിപ്പം കണ്ടന്റുമായിട്ട് ഇങ്ങനെ അങ്ങ് പോകുന്നു. പിന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് വരുമാനം കാര്യങ്ങളൊക്കെ നമ്മളിത് ചെയ്യുന്ന തന്നെ ഒന്നാമത്തെ കാര്യം നമ്മളെ സിറ്റുവേഷൻ, പിന്നെ അഭിനയിക്കണം എന്നുള്ളൊരു പാഷൻ, പിന്നെ ഇതെല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് പൈസ ഒരു അത്യാവശ്യമാണല്ലോ. യൂട്യൂബിൽ നിന്നൊരു ഇൻകം കിട്ടുമെന്ന് പറഞ്ഞാൽ അതും വലിയ കാര്യമാണ്. വീട്ടിൽ നിന്നൊരു നീ ഒന്നിനും പോവാതെ നമ്മൾ ഇവിടെ നിൽക്കുന്ന വീഡിയോ ചെയ്ത് നടന്നാൽ മതിയോ?
അങ്ങനെ കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പിന്നെ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. സിറ്റുവേഷൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെ വീഡിയോ, അമ്മ പറയും ഇങ്ങനെ വീഡിയോ നടന്നാൽ മതി, വല്ല ജോലിക്കും പോടാ ഇറങ്ങി, ഇതിൽ നിന്ന് എന്തോ കിട്ടാനാ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്തോ ഫലം. അപ്പോഴത്തേക്കിനും പിന്നെ അമ്മയ്ക്ക് മനസ്സിലായി. അമ്മയുടെ കൂട്ടുകാരിമാര് തന്നെ വന്ന് ജോലി നിർത്തുമെന്ന് പറയും. ഇപ്പൊ അമ്മയുണ്ട് വീഡിയോക്കകത്ത്. ഇപ്പൊ അമ്മയുണ്ട് വീഡിയോക്കകത്ത്. അമ്മയുടെ കൂട്ടുകാരി വന്ന് പറയും, മോൻ്റെ അഭിനയം സൂപ്പറാ, നല്ല രീതി അവൻ ചെയ്യുന്നുണ്ട്, സിനിമയിലൊക്കെ നോക്കാൻ പറ. പിന്നെ യൂട്യൂബിൽ നിന്നൊക്കെ കാശ് കിട്ടുന്ന പ്രൊമോഷൻ കിട്ടുന്നതൊക്കെ എനിക്ക് ഞാൻ എടുക്കുന്നതിലും കുറച്ച് അതിൽ കൂടുതൽ വീട്ടിൽ കൊടുക്കും. അപ്പൊ അമ്മയ്ക്കൊരു സന്തോഷം. എനിക്ക് കിട്ടുന്നതിൽ പാതി കൊടുക്കുന്നത് എനിക്കൊരു സന്തോഷം. അത് നമുക്കതൊരു പ്രൗഡല്ലേ. പിന്നെ വലിയ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സെറ്റായിട്ട് അച്ഛനും അമ്മയൊന്നും ജോലിക്ക് വിടാതെ വീട്ടിൽ തന്നെ. അച്ഛൻ ഇപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട് കേട്ടോ. കാരണം വലിയ പ്രായമൊന്നുമില്ല, അച്ഛൻ യങ്ങാണ് കേട്ടോ. അതുകൊണ്ട് അച്ഛൻ്റെ ഒരു ഇതിൽ പോകും. അച്ഛൻ ഇങ്ങനെ വീട്ടിൽ അല്ല, അങ്ങനല്ല, ഒരുപാടൊന്നുമില്ല. അച്ഛൻ്റെ രീതിയിലാണ് നടക്കുന്നത്. അച്ഛന് വീട്ടിൽ ഇരിക്കുന്നതിൻ്റെ ഒരു ഇത്. ഓൾമോസ്റ്റ് എല്ലാ മിഡിൽ ക്ലാസ്സിലെ പയ്യന്മാർക്കും ഉള്ളതാണ്. ഒരു ഏജ് കഴിയുമ്പോൾ വീട്ടിൽ നിന്നുള്ളൊരു ജോലിക്ക് പോകുന്നില്ല, ഒരു അവഗണന, വെറുതെ വീട്ടിൽ തിന്നോണ്ടിരിക്കുന്നൊരു. എൻ്റെ അടുത്ത് അങ്ങനെ ആഹാരത്തിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. വീട്ടില് ജോലിക്ക് പോകാത്തതിന്റെ ഒരു ഇഷ്യൂ പറയും. അത് ഞാനായിട്ട് തന്നെ നികത്തിയിട്ടുണ്ട്. ഇപ്പം വീട്ടിൽ നിന്ന് പ്രഷർ എന്ന് വെച്ചാൽ നല്ല ഉണ്ട്. പക്ഷെ അതെല്ലാം ഒരു ടൈമായപ്പം മനസ്സിലാക്കിയത്. പക്ഷെ അതിന് മുമ്പ് ഇപ്പം പറഞ്ഞതിനെക്കാട്ടി മോശം സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് ഞാൻ. പക്ഷെ അതൊക്കെ ഇപ്പം ഞാൻ മാറ്റി എടുത്ത് വരുന്നുണ്ട്. പക്ഷെ എന്നാലും പറയാൻ പറ്റത്തില്ല, ചിലപ്പം നിർത്തിയ സ്ഥലത്ത് തുടങ്ങിയ സ്ഥലത്ത് തന്നെ ചിലപ്പോൾ വന്ന് നിൽക്കേണ്ട അവസ്ഥയൊക്കെ വന്നെന്നിരിക്കും. നമുക്ക് മുമ്പോട്ടുള്ളത് പറയാൻ പറ്റത്തില്ല ഒന്നും. അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ കേൾക്കാന്ന് വെച്ചാൽ ഒന്നുമില്ല. പിന്നെ നമ്മളെ വീട്ടുകാരെ മെയിനായിട്ട് ഇതാക്കുന്നത് നാട്ടുകാർ തന്നെ, നമ്മളെ ചുറ്റുമുള്ളവര്. നിന്റെ മോൻ എന്താ അങ്ങനെ വീട്ടിൽ ഇരിക്കുന്നത്, എന്റെ മോൻ ഇവിടെ പോകുന്നുണ്ട്, സമ്പാദിക്കുന്നുണ്ട്, അവിടെയാണ്, ഇത്ര രൂപ വരുമാനമുണ്ട്. അപ്പോഴത്തേക്ക് ഓൾറെഡി നമ്മളെ വീട്ടിൽ വന്ന് തന്നെ അമ്മയുടെ ഇങ്ങനെ പുറത്തുനിന്ന് കേൾക്കുമ്പോൾ തന്നെ അമ്മ തന്നെ വീട്ടിൽ വന്ന് വിഷമിച്ചൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് കുറെ. അപ്പൊ അതെല്ലാം ഞങ്ങളിപ്പോ 2 മക്കളുണ്ട്, 2 പേരും ഒരുവിധം കരയെത്തിക്കുമെന്നാണ് ഒരു പ്രതീക്ഷ. തുടങ്ങിയ സ്ഥലത്ത് തന്നെ വന്ന് നിൽക്കല്ലോ എന്നാണ് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നതും കഷ്ടപ്പെടുന്നതും. ഇറക്കവും കാണില്ലേ, നമ്മൾ വിചാരിക്കുന്ന നിലയിൽ നമ്മൾ എത്തിയിരിക്കും. അതിനകത്തൊരു അപ്പ് ആൻഡ് ഡൗൺ കാണും, ഉറപ്പായിട്ടും കാണും. ലൈഫല്ലേ. എല്ലാരും എപ്പോഴും മുകളിൽ മാത്രം നിൽക്കില്ല. അതുകൊണ്ട് ഇപ്പോ നിങ്ങൾ പറഞ്ഞതുപോലെ ഇപ്പൊ നിങ്ങളുടെ വളർച്ച കണ്ടിട്ട് ശരിക്കും നിങ്ങളുടെ ഫ്രണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ടായോ അവിടെ? ഉറപ്പായിട്ടും. അവന് നമ്മളെപ്പോഴും ഉയർച്ചയിൽ നിൽക്കുന്നത് അവന് ഭയങ്കര ഇഷ്ടം. ഒരിക്കലും നമ്മൾ ഡൗൺ ആവരുത്, നമ്മൾ വിഷമിക്കരുത്. നമ്മൾ വിഷമിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മളോട് നിന്ന് അവനും വിഷമമാവും. അത് ഒരു പറഞ്ഞ പോലെ അവന്റെ ആഗ്രഹം പോലെ ആ നിലയിൽ നിങ്ങൾ എല്ലാരും എത്തി. അവൻ കാണണം, സന്തോഷിക്കണം, അവിടെ നിന്ന് സന്തോഷിക്കുന്നുണ്ടാവും, ഇപ്പോഴും സന്തോഷിക്കുന്നുണ്ടാവും. എന്നാലും അവന്റെ എന്തോ ഒരു ഡ്രീം ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ, അത് അച്ചീവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോ നിങ്ങളുടെ വീഡിയോസ് കാണുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? വീഡിയോസ് കാണുന്ന എങ്ങനെയാ മനസ്സിലായില്ല. നിങ്ങളുടെ വീഡിയോസ് കാണുന്ന ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരില്ലേ, അവരോട് എന്താ പറയാനുള്ളത്? വീഡിയോസ് ഇനിയും സപ്പോർട്ട് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ലൈഫ് അല്ല റിയലി. ഞങ്ങൾ ജസ്റ്റ് ചെയ്യുന്ന ഞാൻ കൂടുതലും ചെയ്യുന്നത് റിയൽ ലൈഫ് ഇൻസിഡൻസ് ഒക്കെ അതാ ഞാൻ ചെയ്യുന്നത്. അത് ഒരു റിയൽ ലൈഫ് ഒരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, മറ്റുള്ളവർക്ക് സഹായമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻസ്പയർ ആയിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ. ഇതാണക്ക് ഒരു അമ്മയ്ക്ക് ഒരു വീഡിയോ ഞാൻ ചെയ്ത് ആ അമ്മയ്ക്ക് ഒരുപാട് ക്യാഷ് ഒക്കെ കിട്ടിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ടറിക്കാരി അമ്മ, പുള്ളിക്കാരിക്ക് ഒരു 500 രൂപ കൊണ്ട് കൊടുത്തിട്ട് ബാക്കി 460 രൂപ കള്ളം മേടിച്ചുകൊണ്ട് പോയി. ആ നോട്ടില്ലേ 500 നോട്ട്, അത് കള്ള നോട്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കളിപ്പാട്ട നോട്ടില്ലേ, ആ അമ്മ പൈസയും കൊടുത്തു. അപ്പൊ ഈ വീഡിയോ ഞാൻ ഇട്ടതിന് ശേഷം ആ അമ്മയുടെ ഡീറ്റെയിൽസ് ചോദിച്ച് എൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്നു. ഞാൻ അങ്ങനെ അവിടെ ഉള്ള ഒരു പെങ്കൊച്ചു എനിക്ക് മെസ്സേജ് ഇട്ട്, ആ കൊച്ചിൻ്റെ അടുത്ത് ഡീറ്റെയിൽസ് ചോദിച്ച് ആ കൊച്ചു അപ്പം തന്നെ ഡീറ്റെയിൽ ഇട്ട് തന്ന്, അക്കൗണ്ട് ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട്, ഒരുപാട് പേര് ക്യാഷ് അയച്ചു കൊടുത്ത്. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രീതി, ഞാൻ കാരണം ഒരാൾക്കെങ്കിലും ഒരു നല്ലതുണ്ടായല്ലോ എന്ന് ആലോചിച്ച് എനിക്ക് ഭയങ്കര ഹാപ്പി ആയത്. ഞാൻ ഇനിയും അങ്ങനെയൊക്കെ ഞാൻ ചെയ്തോളൂ. കാരണം റിയൽ ലൈഫിൽ നമ്മൾ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് എന്തുവാ, ചിലവർക്ക് അത് നല്ലതായിട്ട് എടുക്കാം, ചിലരത് നല്ലതായിട്ട് എടുക്കാം, ചിലരത് ബാഡായിട്ട് എടുക്കാം. അത് അതൊരു ഇതല്ല. ഇപ്പം മറ്റുള്ളവരെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമ്മളെ കാര്യം നടക്കത്തില്ല.
ഇപ്പോ സുബാന ഇനി വീട്ടുകാർ തിരിച്ചു വിളിച്ചാ തിരിച്ചു പോവോ? തിരിച്ചു പോവോന്ന് ചോദിച്ചാ ഞങ്ങളെ ഈ കാര്യം പോവെന്നല്ല, അല്ലല്ല, അല്ലാതെ പോവെന്നുള്ളു. അവരെ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ ചെല്ലും. ചെയ്യത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലാന്നാണ് തോന്നുന്നത്. കാസ്റ്റിന്റെ ഒരു ഇത് അവർക്ക് ഭയങ്കര അല്ലെങ്കിൽ നമ്മുടെ അപ്പായി ഉമ്മയല്ലേ ചിലപ്പം കുറച്ചുനാള് അവര് ഓക്കെ ആവുമായിരിക്കും. പക്ഷെ ഈ കുടുംബക്കാര് നാട്ടുകാര് അവരൊക്കെ കുറച്ച് പ്രശ്നമാണ്. അവരാണ് പ്രശ്നം. പിന്നെ അവരെ നോക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. എനിക്ക് തോന്നുന്നു അവരെ വീട്ടില് കുഴപ്പമൊന്നുമില്ല, ഉമ്മയ്ക്ക് അവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല സംസാരത്തില്. വന്നിട്ട് അങ്ങനെ എന്ന് വെച്ചാൽ സംസാരം മീൻസ് ഒരിതില് വന്ന് കേസൊക്കെ കൊടുത്തായിരുന്നു. കേസൊക്കെ വന്ന് പിൻവലിച്ച്, പിന്നെ എൻ്റെ വീട്ടിൽ ഇവരെ ഉമ്മയും മാമയും കൂടെ വന്നിട്ട് പറഞ്ഞ് വിളിച്ചോണ്ട് പോയത് ഓക്കെ, നേരെ വീട്ടിൽ കൊണ്ടുവന്നായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, എൻ്റെ കൂടെ പറഞ്ഞ് അവർക്ക് സമാധാനം. ഫോണൊക്കെ ഓഫ് ചെയ്ത് 2 ദിവസം മാറി. എവിടെ പോയതായിരുന്നു? അതൊരു റിലേറ്റീവിന്റെ വീട്ടിൽ പോയി നിന്നത്. അത് ഞാൻ വിചാരിച്ചു ഇനി അപ്പൊ എല്ലാവർക്കും ടെൻഷനായി കൊണ്ടുപോയി കേസൊക്കെ കൊടുത്തായിരുന്നു. ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് അയ്യോ, ആരെ അറിയിച്ചില്ല ഞങ്ങള്. ബന്ധമെല്ലാം അറിയാതിരിക്കുന്ന ഒരാളാണ് ഉള്ളായിരുന്നത് ഞാൻ. ഇവന്റെ അടുത്ത് മാത്രം പറഞ്ഞില്ലായിരുന്നു. അതിനോട് ഇത്ര ഫ്രണ്ട് ആയിട്ട് അവനോട് അങ്ങനല്ല, ഞാൻ എൻ്റെ ഒരു കുറച്ച് കൂട്ടുകാരടുത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതണക്ക് കൊണ്ടുവരും, ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. സിറ്റുവേഷൻ എന്താണെന്നറിയോ? സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെ വേറൊരു ആളുമായിട്ട് വാക്കുറപ്പിച്ച് മറ്റേ അച്ചാരമില്ലേ വളയിടിയുന്നു, ആ സിറ്റുവേഷനിൽ നിന്നേ എന്ന് വെച്ചാൽ ഞാൻ വിളിച്ചുകൊണ്ട് വന്നേരം 2 ദിവസം കഴിഞ്ഞ് ആ സംഭവമാണ്. അപ്പൊ അതിന് മുമ്പേ വിളിച്ചോണ്ട് ഞങ്ങളെ കല്യാണത്തിന്റെ അന്ന് അത് നടത്താൻ വേണ്ടി ഇരുന്നതാ. പക്ഷെ ഞങ്ങള് തിങ്കളാഴ്ച ഒന്നും നോക്കിയില്ല, വീട്ടിൽ എടുത്തിട്ടാണ് ഇറങ്ങി. എന്റെ കുറച്ച് ഇവള് മേടിച്ച എന്റെ കുറച്ച് ഡ്രസ്സ് ഞാൻ മേടിച്ച, ഇവള് ക്യാഷ് കൊടുത്ത് മേടിച്ച ഡ്രസ്സും കാര്യങ്ങളും മാത്രം, എല്ലാം ഒന്നും എടുത്തില്ല. ബാക്കി ഞാൻ പ്രൂഫും കാര്യങ്ങളും. അടിപൊളി. അപ്പോ ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാൻസ് എന്താ നിങ്ങളുടെ? എന്റേതാണെങ്കിൽ എനിക്ക് ഇപ്പം ഇവളെ വിളിച്ചുകൊണ്ട് വന്നില്ലേ, അപ്പം ജോലി അത്യാവശ്യമാണ്. ഓക്കെ, അത് വീട്ടിൽ നിൽക്കാനാണെങ്കിലും ഇനിയുള്ള മുന്നോട്ടുള്ള ലൈഫ് നമ്മൾ നോക്കിയേ പറ്റത്തുള്ളൂ. അത് ഒരു സൈഡ്. പാഷൻ ഒരിക്കലും നമുക്ക് കളയാൻ പറ്റത്തില്ല. അത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരിതാണ്, നമ്മളെ പാഷൻ നമ്മുടെ ഇതാണ്, ഒരിക്കലും അതും കളയാൻ പറ്റത്തില്ല. പാഷനും കൊണ്ടുപോകണം, ജോലിയും കൊണ്ടുപോകണം, അത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട്. പിന്നെ മെയിനായിട്ട് ബിസ്ക്രീൻ, അത് ഭയങ്കര ആഗ്രഹമാണ്. അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കത് ചെയ്തേ പറ്റത്തുള്ളൂ. എന്തായാലും ആഗ്രഹം സാധിക്കും ഉറപ്പായിട്ട്. നടന്ന കൊള്ളാം. ഒരുപാട് ഇതിനൊക്കെ ഓഡീഷനൊക്കെ പോണതാണ്. എവിടെന്നെങ്കിലും ഒരൊറ്റ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരെണ്ണമെങ്കിലും കിട്ടിയാൽ മതി, അതിൽ പിടിച്ച് കയറിക്കോളൂ. കാരണം ആ ഒരെണ്ണമെങ്കിലും എൻ്റെ വലിയൊരു ആയിരിക്കും ഉറപ്പായിട്ടും. സിനിമാ നടിക്ക് എന്താ പറയാനുള്ളേ? ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ടല്ലോ, ഇഷ്ടമുള്ള കുറെ പേരില്ലേ, അവരോട് എന്താ പറയാനുള്ളേ? ഇഷ്ടപ്പെടുന്ന ഒറ്റ ഒരാളെ ഉള്ളായിരുന്നു. മോളെ ഇഷ്ടപ്പെടുന്ന കുറെ പേര് വീഡിയോസ് കാണുന്നില്ലേ പുറത്ത്, അവരോടൊക്കെ എന്താ പറയാനുള്ളത്? നല്ല സപ്പോർട്ട് ചെയ്യണം. നാളെ എക്സാം അല്ലേ, പഠിച്ചോ? എന്താ ഏത് എക്സാമാ? ഹിന്ദിയുടെ ഒരു വാക്ക് പറഞ്ഞേ. എനിക്ക് ഹിന്ദി അറിയത്തില്ല. പിന്നെ എക്സാം എഴുതാൻ പോകുന്നേ? हम तो सितारा मारा അപ്പൊ തോക്കാനാണോ പോകുന്നേ? നീ ഞാനൊരു കാര്യം പറയട്ടെ, നിന്റെ ലൈഫിൽ നീ പഠിക്കുന്ന ഏറ്റവും ഹിന്ദിയിൽ പഠിച്ച മറക്കാത്ത ഒരു കവിത ഞാൻ പറയട്ടെ. ആവോ ആവോ ജൽദി ആവോ രംഗ് ബരംഗ് കാഗസ് ലാവോ. അത് ഒരിക്കലും നീ അത് ഒരിക്കലും നീ അത് മറക്കാൻ പോകുന്നില്ല, മനസ്സിലായ? പിന്നെ ചത്താലും മറക്കൂല, അത് വെച്ച് നമ്മൾ ജീവിക്കും. അപ്പൊ നാളെ തോക്കാൻ പോവാണല്ലേ? ഓൾ ദി ബെസ്റ്റ്. ഇല്ല, പഠിക്കും. കൊച്ചു നല്ല രീതി പഠിക്കും, പിന്നെ നല്ല രീതി പഠിക്കും. തോണ്ടേ അമ്മ അവിടെ ഉണ്ടല്ലോ, അമ്മ നല്ല രീതി പഠിപ്പിക്കും. അമ്മ ടെററാണോ? അമ്മേനാണോ അച്ഛനാണോ ഇഷ്ടം? രണ്ടുപേരും ഇഷ്ടം. അമ്മയാണോ തല്ല് തരുന്നത്, അച്ഛനാണോ? രണ്ടുപേരും തരുമോ? എന്തിനാ ഏറ്റവും കൂടുതൽ തല്ല് വാങ്ങുന്നേ? എന്ത് കുരുത്തക്കേടാ കാണിക്കുന്നേ? എന്തേലും ഒക്കെ കാണിക്കുമല്ലേ? എന്താ കാണിക്കുന്നത്? ചെറിയ ചെറിയ കുരുത്തരമ്പുകള്,
ചെറിയ ചെറിയ ചെറുത് ആരെങ്കിലും ഉപദ്രവിക്കുക കല്ലെടുത്ത് തലക്കടി കൊച്ച് വലിയൊരു എന്താ മറ്റേ ഫാഷൻ ഷോയ്ക്കൊക്കെ പോകത്തില്ലേ? ഫാഷൻ ഷോയിലൊക്കെ ഉണ്ടോ? പിന്നെ മോഡല്, വലിയൊരു മോഡല്. ഷോ ഒരു വട്ടം കൊല്ലത്തെ ക്യൂങ് കിട്ടിയത്. ആണോ? അടിപൊളി. പിന്നെ ഇടയ്ക്ക് വെച്ച് ഇറങ്ങി അപ്പോഴാണ് സിനിമ കിട്ടിയത്. കൂട്ടത്തിലെ മെയിൻ ആണല്ലോ. മേന ഇനി എന്താ വേണോ? സെലിബ്രിറ്റി. അഭിമാനിക്ക സെലിബ്രിറ്റി ഉണ്ടല്ലോ നമ്മളുടെ കൂടെ. അടുത്ത സിനിമ വന്നോ? വേറെ സിനിമ വന്നോ പൊന്മാന് ശേഷം? പൊന്മാൻ കണ്ടിട്ട് ഏതെങ്കിലും സെലിബ്രിറ്റീസ് വിളിച്ചോ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട്? ഇല്ല ഇല്ല. എന്തായാലും സിനിമ അഭിനയിച്ചില്ല, അത് അത് സിനിമാ നടി ആവാൻ തന്നെയാണോ ആഗ്രഹം? വേറെ പഠിച്ച് ആരാവണം എന്നൊന്നുമില്ലേ? ഒരു നിനക്കൊരു എയിമോ അല്ലെങ്കിൽ ആഗ്രഹം? എയർ ഹോസ്റ്റസ് ആവണം എന്നാണോ? അവിടെ ചെന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇപ്പൊ തന്നെ നീ എയറിലായി. അവിടെ ചെന്നിട്ട് എന്താ ചെയ്യാൻ പോകുന്നേ? ഇന്ന് ദേവോ വരാ, എപ്പോഴും ഞാനായിരുന്നു. എനിക്ക് ദിശ തെറ്റി ഇങ്ങോട്ട് വരും. അല്ല, എപ്പോഴും എന്റെ ഇവളൊന്ന് പറഞ്ഞ രണ്ടിന് ഞാൻ ഊക്കും. ഇവളെ വായിന്ന് തന്നെ എനിക്ക് എന്തെങ്കിലും കിട്ടും. ഇത് മിണ്ടാതിരി, ഇത് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. സുബഹാനയുടെ അടുത്ത പ്ലാൻ എന്താ? വീട്ടിൽ തന്നെ നിൽക്കാനാണോ? എനിക്ക് പഠിക്കണമെന്നുണ്ട്. എനിക്ക് ഡിസൈനർ ആവണം, ഫാഷൻ ഡിസൈനർ. അതാണ് ആഗ്രഹം. പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവണമെന്നുണ്ട്. രണ്ടും എനിക്ക് പഠിക്കണം. നാടകത്തിന്റെ അതിവര് പേടിയാ ഞാൻ ഒരുക്കാൻ വിളിക്കുമെന്നുള്ള, അതുകൊണ്ട് പറയുന്നതാ. ഞാൻ ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഫേസ് പാക്ക് ഉണ്ടാക്കി മുഖത്തൊക്കെ ഇടും, മുടിയൊക്കെ കെട്ടി വെച്ചെടുക്കും. മുടിയൊക്കെ കെട്ടി കഷ്ടപ്പെടുവോ അല്ലേ? പാവത്തിന് കഷ്ടപ്പെടല്ല, എന്നിട്ട് വലിച്ചെടക്കിയ അനുഭവിക്കണം. നീ നിനക്കൊന്നും അറിയണോ ഇതൊക്കെ? ഇങ്ങനെ എനിക്ക് ജീവിച്ചാ മതി ഇതൊക്കെ. അപ്പോ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാരും വീഡിയോ കാണണം, അത്രല്ലേ പറയുള്ളൂ. അത് മാത്രല്ല, എല്ലാരും നല്ല സപ്പോർട്ടാണ് എന്നെ. ഞാൻ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള ഇതൊക്കെ എല്ലാരും പറയുന്നത്. ഇന്നേ വരെ ബാഡായിട്ട് ആരും പറഞ്ഞിട്ടില്ല. എല്ലാരും നല്ല സപ്പോർട്ടാണ്. പുറത്തുനിന്നായാലും നമ്മളെ കൂടെ നിൽക്കുന്നവരായാലും എല്ലാവരും. എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഞാൻ മുന്നോട്ട് വരണമെങ്കിൽ അവർ തന്നെ എന്നെ ഇത്രത്തോളം ആക്കിയത് അവരെ ഫോളോവേഴ്സ്, എൻ്റെ ഫോളോവേഴ്സ്, ഇൻസ്റ്റയിലെ യൂട്യൂബിലെയും ആൾക്കാർ എന്നെ ഇത്രത്തോളം ആക്കിയത്. എൻ്റെ കഴിവുണ്ട് ഇല്ലെന്നല്ല, ഞാൻ വീഡിയോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് അവരെ. എനിക്ക് അവരെ ഒരിക്കലും മറക്കാനും പറ്റത്തില്ല. എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. അവസാനമായിട്ട് അമ്പാടിയുടെ ഒരു പാട്ട് കേട്ടിട്ട് നിർത്തിയാലോ? ഓക്കെ, ഏത് പാട്ട് വേണോ? ഏതായാലും മതിയോ? എന്നെ പറ്റി പാടും. വേണ്ട പരിപാടി. ഓക്കെ, പാട്ട് വൈബ് ആയിക്കോട്ടെ. വൈബ് റൊമാൻസ് ആയിട്ട് വേണോ? ഇഷ്ടമുള്ള പഠിക്കുമോ? ഓക്കെ. ഹെഡ്സെറ്റ് ഉണ്ടോ? ഹെഡ്സെറ്റ് ഉണ്ടോ? ഇല്ല, എന്റെ പാട്ട് കേട്ട് നോർമലി കൈ വെച്ചത് തിരിച്ചെടുക്കും. ഞാൻ മാത്രമല്ല എപ്പോഴും കേൾക്കുന്നത്. ചിലപ്പോ ഞാൻ ഉറങ്ങി പോവും പാട്ട് കേട്ട്. ഇന്നത്തേക്ക് ഇത്രയും മതി. വീട്ടിൽ ചെന്നിട്ട് കിഡ്നി തരാം. നെഞ്ചോട് ചേർത്ത് പാട്ടൊന്ന് പാടാം, പാട്ടിൻ്റെ ഈണം നീയാണ്, കാണാതെ കണ്ണിൽ അറിയാതെ നെഞ്ചിൽ വിരിയുന്ന ചിത്രം നീയാണ്. നീ വരൂ ഈ പാട്ടിൻ രാഗമായി, നീ തരൂ ഈ ചിത്രം വർണ്ണമായി, മിഴിയിൽ മൊഴിയും വർണ്ണം നൽകി ഞാനും നിലാസന്ധ്യേ, നെഞ്ചോട് ചേർത്ത് പാട്ടൊന്നു പാടാം, പാട്ടിൻ്റെ ഈണം നീയാണ്,
കാണാതെ കണ്ണിൽ അറിയാതെ നെഞ്ചിൽ വിരിയുന്ന ചിത്രം നീയാണ്. ഒരാളെ ചത്തു. ക്യൂട്ട്നെസ് സ്റ്റാർ. അപ്പോൾ ഇത്രയും നേരം സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. Thank you. താങ്ക് യു.